everybody! എല്ലാവർക്കും വേദാന്ത മലയാളം ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ 10 days ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റിവിഷൻ ക്ലാസ്സസ് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ് 11th സ്റ്റുഡൻസിന് ഫസ്റ്റ് നമ്മൾ കെമിസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വിത്ത് തെർമോഡൈനാമിക്സ്. നിങ്ങൾക്ക് കൂടുതലും സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് തെർമോഡൈനാമിക്സ് വരെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ താഴെ. അല്ല ഇക്വിലിബ്രിയം റിഡോക്സ് ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആസ് ഓഫ് നൗ ഞാൻ ഒരുപാട് കുട്ടികളോട് ചോദിച്ചപ്പോൾ അവരോടൊക്കെ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് തെർമോഡൈനാമിക്സ് വരെ പഠിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാപ്റ്റർ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ചാപ്റ്റർ നമ്മൾ ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ക്രിസ്മസ് ലൈവ്സിലായാലും അല്ലാതെ നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോഴായാലും വൺ ഷോട്ട്സ് ആയിട്ടും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ചാപ്റ്ററാണ്. എഗെയിൻ ഒരു റിവിഷൻ കൈൻഡ് ഓഫ് കാര്യമാണ്. അതായത് ക്രിസ്പായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ലൈവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഫ്രം ദ ബിഗിനിങ് ടിൽ എൻഡ് കണ്ടിരിക്കുക. ആരെങ്കിലും ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വൺസ് അഗൈൻ വെൽക്കം ടു വേദാന്തു മലയാളം. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇതുവരെ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതൽ സമയം നിങ്ങളുടെ എടുക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. എഗെയിൻ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കറിയാം ഈ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സിസ്റ്റം, സറൗണ്ടിങ് ആൻഡ് ബൗണ്ടറീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്, നമ്മുടെ ഒബ്സർവേഷൻ എവിടെയാണ് നമ്മൾ നടത്തുന്നത്, ദാറ്റ് ഈസ് എന്ത്, നമ്മുടെ സിസ്റ്റം. ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് എന്താണ്, യൂണിവേഴ്സ്. ഓക്കെ, സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് യൂണിവേഴ്സ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് നമുക്ക് പറയാം. നമ്മൾ എവിടെയാണോ നമ്മുടെ എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഭാഗം ഓഫ് യൂണിവേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സിസ്റ്റം എന്നുള്ളത്. സോ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സറൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the part which is except in the system. അതായത് നമ്മൾ പറയാറുണ്ട് യൂണിവേഴ്സ് മൈനസ് സിസ്റ്റം ആണ് എന്ത്, സറൗണ്ടിങ് എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം ഈ ഒരു സിസ്റ്റത്തിൽ നടക്കുന്ന റിയാക്ഷൻസിന്റെ ഫലം എത്രത്തോളം ഏരിയയിൽ കിട്ടുമോ അത്രത്തോളം ഏരിയനെ നമുക്ക് ശരിക്കും സറൗണ്ടിങ് എന്ന് വിളിക്കാൻ പാടുള്ളൂ. ഞാൻ മുന്നത്തെ ഒരു ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ ഈ റൂമിൽ നടക്കുന്ന ഒരു റിയാക്ഷന്റെ ഫലം എന്ന് പറയുന്നത് 1 kilometer അപ്പുറത്ത് പോയി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ചിലപ്പോൾ അതിന്റെ ഒരു ഫലം കിട്ടുന്നുണ്ടായിരിക്കില്ല. സോ നമുക്ക് അത്രയും ദൂരത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ സിസ്റ്റത്തിന്റെ സറൗണ്ടിങ് ആണെന്ന് എനിക്ക് പറയാനായിട്ട് കഴിയില്ല പ്രാക്ടിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത്. സോ സറൗണ്ടിങ് എന്ന് നമ്മൾ തിയറിറ്റിക്കലി നമ്മൾ പറയുന്ന സമയത്ത് യൂണിവേഴ്സിൽ നിന്ന് സിസ്റ്റം ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും നമുക്ക് എന്ത് വിളിക്കാം, സറൗണ്ടിങ് എന്ന് വിളിക്കാം നമ്മൾ പറയാറുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി വിച്ച് ഇസ് നോട്ട് പോസിബിൾ എന്നുള്ളൊരു കാര്യം കൂടെ ടെക്സ്റ്റ് ബുക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു നമ്മുടെ ബൗണ്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു വോളിനെ നമുക്ക് എന്ത് വിളിക്കാം, ബൗണ്ടറീസ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഓക്കെ അല്ലെ, ഈസി ആയിട്ടുള്ള 3 കോൺസെപ്റ്റ് ആണ്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല, ബിക്കോസ് ദിസ് എ റിവിഷൻ ക്ലാസ്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വാട്ട് ആർ എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്നുള്ളതാണ്. സോ ഈ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം, എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഡിപ്പെൻഡിങ് അപ്പോൺ അമൗണ്ട് ഓഫ് മാറ്റർ. ഓക്കെ, സോ ഇന്റൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഐഎന്നും ഇൻഡിപെൻഡന്റിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. സോ മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആളുകളാണ് എന്ത്, ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് എന്ത്, extensive property. So when a closed system is divided into 2 or more equal parts, the properties whose value changes on changing the size of the system is called extensive property. അതായത് അതിന്റെ സിസ്റ്റത്തിന്റെ വലുപ്പത്തിനെ അല്ലെങ്കിൽ മാറ്ററിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ നമുക്ക് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കാം. അല്ലാത്ത പ്രോപ്പർട്ടീസിനെ നമ്മൾ എന്ത് വിളിക്കും, ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കും. അതായത് ഇപ്പൊ നമ്മളൊരു ബീക്കർ എടുത്തിട്ട് ആ ബീക്കറിന്റെ എന്താ പറയാ തൊട്ട് സെന്ററിൽ നമ്മളൊരു അതിനെ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ വോളിയം V/2 ആവും, ഇവിടെയുള്ള മാസ് പകുതിയാവും, എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തിനു സംഭവിക്കില്ല, ഡെൻസിറ്റി, ടെമ്പറേച്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. സോ നമുക്കറിയാം ഇവരൊക്കെ ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്, സൈസ് ഓഫ് ദ എന്താ പറയുക, നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ സൈസിനെ അല്ലെങ്കിൽ മാറ്ററിന്റെ എമൗണ്ടിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറാസ് വോളിയം, മാസ് ഇവരെല്ലാം എന്ത് ചെയ്യും, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ വോളിയം, മാസൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരും, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന്റെ അണ്ടറിൽ വരും. ഡെൻസിറ്റി ആൻഡ് ടെമ്പറേച്ചർ എടുത്ത് നോക്കുന്ന സമയത്ത് അവരെന്തായിരിക്കും, ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിന് എക്സാമ്പിൾ മാസ്, വോളിയം, നമ്പർ ഓഫ് മോൾസ്, ഹീറ്റ് കപ്പാസിറ്റി, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനിയും നമ്മൾ ആ ചാപ്റ്ററും ഡിസ്കസ് ചെയ്യും കേട്ടോ, ഈ നമ്മുടെ എക്സാമിലെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ. ദെൻ ഇന്റൻസീവ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് പ്രഷർ, ഡെൻസിറ്റി, കോൺസെൻട്രേഷൻ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഏതെങ്കിലും ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീന്ന് ഞാൻ പെർ മോൾ അല്ലെങ്കിൽ പെർ ഗ്രാം അങ്ങനെയൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ട് മാറും. കാരണം എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി പെർ ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പിന്നെ സംസാരിക്കുന്നത് 1 gram ഓഫ് ദാറ്റ് സബ്സ്റ്റൻസിനെ കുറിച്ചിട്ട് മാത്രമാണ്. അതിൽ എന്ത് ചെയ്യുന്നില്ല, അതിന്റെ എമൗണ്ട് അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് എടുക്കുന്നത്, വാട്ടർ ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വാട്ടറിന്റെ ഇപ്പൊ ഞാൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി പെർ ഗ്രാം ആണ്. സോ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു പെർ ഗ്രാം എന്ന് പറയുന്ന ആ ഒരു വാല്യൂ, ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇവിടെയും ഒരു വാല്യൂ തന്നെയാണ്, സെയിം വാല്യൂ തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടായിരിക്കുക. കാരണം എന്താണ്? 1 gram വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റിയാണ് അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അതാണ് നമ്മൾ പറഞ്ഞത്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയുടെ ഞാൻ പെർ മോളിലോ പെർ ഗ്രാമിലോ എഴുതുകയാണെങ്കിൽ അത് എന്ത് വാല്യൂ ആയിട്ട് മാറും? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ട് മാറും. അതുപോലെ തന്നെ 2 എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന്റെ റേഷ്യോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ് അല്ലേ? ഡെൻസിറ്റി എന്താണ്? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഡെൻസിറ്റിനെ എനിക്ക് എങ്ങനെ കിട്ടുന്നത്? മാസ് ഡിവൈഡഡ് ബൈ വോള്യൂം ചെയ്തിട്ടാണ്. മാസും വോള്യൂവും എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. സോ ദ റേഷ്യോ ഓഫ് 2 എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ഗിവ്സ് എന്താണ്? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫംഗ്ഷൻസ്. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, എന്താണ് പാത്ത് ഫംഗ്ഷൻ? അഗൈൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദ വാല്യൂ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. അതായത് സിസ്റ്റം എയിൽ നിന്നും തുടങ്ങി ബിയിലാണ് ആ റിയാക്ഷൻ അവസാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ 2 സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് എന്ത്? സ്റ്റേറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അവർ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വേറാസ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ എയിൽ നിന്നും ബിയിലേക്ക് ഇങ്ങനെ എത്താം, ഇങ്ങനെ എത്താം, ഇങ്ങനെയും എത്താം. കറക്റ്റ് അല്ലേ? അപ്പോൾ 3 രീതിയിൽ എത്തുന്ന സമയത്തും ഡിഫറെന്റ് വാല്യൂസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അവർ ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലേ? അങ്ങനത്തെ ഫംഗ്ഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പാത്ത് ഫംഗ്ഷൻ. പാത്ത് ഡിപ്പെൻഡന്റ് ആണ്. പാത്ത് ഫംഗ്ഷൻ നമ്മൾ 2 എക്സാമ്പിൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ, വിച്ച് ഈസ് ഹീറ്റ് ആൻഡ് വർക്ക്. ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ സ്റ്റേറ്റ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആയിട്ടാണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്റേണൽ എനർജി, ഇതെന്താന്നുള്ള കാര്യം നമ്മളിപ്പോൾ പഠിക്കും കേട്ടോ. ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻസിന് എക്സാമ്പിൾ ആണ്. പാത്ത് ഫംഗ്ഷൻ എക്സാമ്പിൾ നമ്മൾ 2 മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ, വിച്ച് ഈസ് ഹീറ്റ് ആൻഡ് വർക്ക് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഇന്റേണൽ എനർജി? നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞ ആള്. എന്താണ് ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതായത് ഒരു ബോഡി പൊസസ് ചെയ്യുന്ന എല്ലാ എനർജീസിന്റെയും ഒരു ബോഡി പൊസസ് ചെയ്യുന്ന എല്ലാ എനർജീസിന്റെയും സമ്മിനെ നമുക്ക് എന്ത് വിളിക്കാം? അതിന്റെ ഇന്റേണൽ എനർജി എന്ന് വിളിക്കാം. ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി എന്നാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സം ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജി ഒരു ബോഡിയിൽ ഉണ്ടായിരിക്കും. ലൈക്ക് റൊട്ടേഷണൽ എനർജി ഉണ്ടായിരിക്കും, വൈബ്രേഷണൽ കൈനറ്റിക് എനർജി, ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി, ഇലക്ട്രോണിക് എനർജി, ന്യൂക്ലിയർ എനർജി, അങ്ങനെ ഒരുപാട് എനർജീസ് ഉണ്ടായിരിക്കും. സോ ഈ എനർജീസിന്റെ എല്ലാത്തിന്റെയും സമ്മിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇന്റേണൽ എനർജി എന്നുള്ളത്. ആൻഡ് അതിന്റെ യൂണിറ്റ് നമ്മൾ എപ്പോഴും കിലോ ജൂൾ പെർ മോളിലാണ് പറയാറുള്ളത്. എന്തിലാണ്? കിലോ ജൂൾ പെർ മോളിലാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ് ഇത് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി ആണ്. ആൻഡ് ഒരു ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ആ സിസ്റ്റം ഹീറ്റ് റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ ആ സിസ്റ്റം ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം. ഇതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ സിസ്റ്റം വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ മേലെ ആരെങ്കിലും വർക്ക് ചെയ്യണം. അതായത് ഇന്റേണൽ എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? വർക്കും ഹീറ്റും. ക്ലിയർ ആണോ? ഇതിൽ 2ലും എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ മാത്രമേ എന്തിൽ മാറ്റം വരുന്നുള്ളൂ? നമ്മുടെ ഇന്റേണൽ എനർജിയിൽ മാറ്റം വരുത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ഈദർ ഡൂയിങ് എ വർക്ക് ഓർ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. രണ്ടും കൂടെ വേണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് നടന്നാൽ മതി എന്ത് ചേഞ്ച് ചെയ്യാൻ? ഒരു ബോഡീന്റെ ഇന്റേണൽ എനർജിയിൽ ചേഞ്ചസ് സംഭവിക്കാൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
നെക്സ്റ്റ് വൺ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ എന്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എനർജി കൺസർവേഷൻ ലോ. ഓക്കെ, കൺസർവേഷൻ ഓഫ് എനർജി ആണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതായത് നമ്മുടെ ഇപ്പോൾ ടോട്ടൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എത്ര എമൗണ്ട് ഓഫ് എനർജി ഉണ്ടോ ആ എനർജി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് പുതിയൊരു എനർജി ഉണ്ടാക്കാനോ അവിടെയുള്ള എനർജിനെ നശിപ്പിക്കാനോ നമുക്ക് എന്ത് ചെയ്യില്ല, സാധിക്കില്ല. ദ ടോട്ടൽ എനർജി ഓഫ് യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റന്റ് എന്നാണ് നമുക്കിതിനെ ചുരുക്കി പറയാൻ പറ്റുന്ന ഒരു കാര്യം. കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് അൺലെസ് അവിടെ ഒരു വർക്കോ ഹീറ്റ് ചേഞ്ചോ അവിടെ നടന്നിട്ടില്ല എങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതാണെന്ത് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ എക്സാമിന് എപ്പോഴും നമ്മൾ ചോദിച്ച് കാണാറുണ്ട്, സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അതായത് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കെമിസ്ട്രിയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സൈൻ കൺവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്കറിയാം ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകിൽ ഹീറ്റ് സിസ്റ്റം അബ്സോർബ് ചെയ്യാം, അല്ലെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യാം, ഹീറ്റിനെ റിലീസ് ചെയ്യാം. ഒന്നുകിൽ സിസ്റ്റം വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ മേലെ ആരെങ്കിലും വർക്ക് ചെയ്യാം. ഈ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹീറ്റിന്റെയും വർക്കിന്റെയും സൈനിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ഇഫ് heat is absorbed by the system. Heat is absorbed by the system. സിസ്റ്റം ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് സിസ്റ്റത്തിന് എന്ത് കിട്ടി, കുറച്ച് എമൗണ്ട് ഓഫ് എനർജി കിട്ടി. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ പറയും, പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നമ്മൾ എപ്പോഴും കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സിസ്റ്റത്തിനാണ്. സിസ്റ്റത്തിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് എന്ന് കൊടുക്കും. സോ ഹീറ്റ് ഈസ് റിലീസ്ഡ് ബൈ ദ സിസ്റ്റം ആണെങ്കിലോ, റിലീസ്ഡ് ബൈ ദ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ കയ്യിൽ നിന്നും കുറച്ച് ഹീറ്റ് റിലീസായി പോയി എന്നല്ലേ പറയുന്നത്. അത് സിസ്റ്റത്തിന് നഷ്ടമല്ലേ ഉണ്ടാക്കിയത്. സോ നമ്മൾ എന്ത് വിളിക്കും, നെഗറ്റീവ് എന്ന് കൊടുക്കും അതിന്റെ സൈൻ എഴുതുന്ന സമയത്ത്. ഇപ്പം 100 ജൂള് അവർ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ക്യൂ ഈക്വൽ ടു മൈനസ് 100 ജൂൾ എന്നാണ് നമ്മൾ അതിനെ എഴുതേണ്ടത് എന്നാണ് അതിന്റെ രത്നച്ചുരുക്കം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ നമുക്ക് പറയാൻ പറ്റും വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. സിസ്റ്റത്തിന്റെ മേലെ ആരോ വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സിസ്റ്റത്തിന് എന്തോ എനർജി കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സിസ്റ്റത്തിന്റെ മേലെ വർക്ക് ചെയ്താൽ സിസ്റ്റത്തിന് എനർജി കിട്ടും. സോ അതിനെ നമ്മൾ എങ്ങനെ വിളിക്കും, പോസിറ്റീവ് എന്ന് വിളിക്കും. ഇനി സിസ്റ്റം ആണെങ്കിലോ നമ്മൾ ഭയങ്കര മടിയന്മാരാണ് ആര്, കെമിസ്ട്രിക്കാര്. ഓക്കെ, സോ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിലോ, സിസ്റ്റം എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനർജി കുറയല്ലേ ചെയ്യുന്നത്. സോ നമുക്ക് അതിനെ എങ്ങനെ വിളിക്കാനായിട്ട് കഴിയും, നെഗറ്റീവ് ആണ് നമ്മൾ അതിന്റെ സൈന് കൊടുക്കുന്നുണ്ടായിരിക്കുക. എന്താണ് കൊടുക്കുക, നെഗറ്റീവ് ആണ് നമ്മൾ അതിന്റെ സൈന് കൊടുക്കുക. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്, നെഗറ്റീവ് ആയിരിക്കും അതിന്റെ സൈൻ ഉണ്ടായിരിക്കുക. ഈ സൈൻ കൺവേർഷൻ നിങ്ങൾ മറക്കരുത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും ലൈവിൽ ഇത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. കാരണം നിങ്ങൾ ഈ കാര്യം ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. Okay, so what is the difference in internal energy of the system if 100 kilojoule of energy radiated out without doing any work? അതായത് വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W ഈക്വൽ ടു എന്താണ്, 0 ആണ്. ആൻഡ് പറഞ്ഞത് എന്താണ്, ക്യൂ amount ഓഫ് എനർജീനെ അവരെന്ത് ചെയ്യാണ്, റിലീസ് ചെയ്യാണ് ചെയ്തത്. ദാറ്റ് മീൻസ് -100 കിലോജൂൾ ആണ് അവരുടെ ക്യൂ എന്ന് പറയുന്നത്. സോ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് W ആയതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം -100 കിലോജൂൾ പെർ മോൾ ആയിരിക്കും അതിന്റെ എന്ത് ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? കാരണം W 0 ആണ്. സോ നമ്മളിവിടെ 0 ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ -100 കിലോജൂൾ പെർ മോൾ ആയിരിക്കും അതിന്റെ എന്ത് വരുന്നത്, എന്തായിരിക്കും അതിന്റെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
ഡൗട്ട് ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഡിഫൈൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. എങ്ങനെയാണ് എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? അതായത് എമൗണ്ട് ഓഫ് മാറ്ററിനെ അല്ലെങ്കിൽ സൈസ് ഓഫ് ദ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഡിപ്പെൻഡ് ചെയ്യാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. വിത്ത് എക്സാമ്പിൾ നമ്മൾ എപ്പോഴും കൊടുക്കണം. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന് ഒരുപാട് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാസ്, വോളിയം, ഇന്റേണൽ എനർജി, എന്താ പറയുക, നമ്മുടെ എൻട്രോപ്പി, എൻതാൽപ്പി, ഗിബ്സ് എനർജി, ഹീറ്റ് കപ്പാസിറ്റി, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റൻസീവിന്റെ കേസ് ആണെങ്കിലോ പ്രഷർ പറഞ്ഞു, ഡെൻസിറ്റി പറഞ്ഞു, ടെമ്പറേച്ചർ പറഞ്ഞു, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, EMF ഓഫ് ദ സെല്ല്, ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ ആണ്. ഇനി താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളാരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താൽപ്പി എന്താണ്? എക്സ്റ്റെൻസീവ് ആണ്, നമുക്കറിയാം. ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റെൻസീവ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റേണൽ എനർജി എക്സ്റ്റെൻസീവ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. മോളാർ വോളിയം പെർ മോളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം that should be intensive property. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് പറയുന്നതാണ് എന്ത്? എൻതാൽപ്പി. എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിലുള്ള ഹീറ്റ് കണ്ടന്റിന്റെ അല്ലെങ്കിൽ ഹീറ്റിന്റെ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അതിന്റെ എൻതാൽപ്പി എന്നുള്ളത്. സോ ഹീറ്റ് കണ്ടന്റ് ഇൻ എ സിസ്റ്റം ഇസ് കോൾഡ് ഇറ്റ്സ് എൻതാൽപ്പി. ക്ലിയർ അല്ലേ? സോ കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ദ ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം എനർജി. എന്താൽപ്പിനെ നമ്മൾ H എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ പറയാറുള്ളത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? H is equal to ഇന്റേണൽ എനർജി U പ്ലസ് പ്രഷർ വോളിയം എനർജി PV എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് അഗെയിൻ നമുക്കറിയാം എന്താൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. കൂടാതെ എന്ത് ഫംഗ്ഷൻ ആണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. കാരണം പാത്ത് ഫംഗ്ഷനിൽ നമ്മൾ ആകെ രണ്ടാളെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, വിച്ച് ഇസ് ഹീറ്റ് ആൻഡ് വർക്ക്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ, ആപ്ലിക്കേഷൻസ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത്. നമുക്കറിയാം തെർമോഡൈനാമിക്സിൽ നമ്മൾ ആകെ രണ്ട് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ്? വർക്കും ഹീറ്റും. ഡെൽറ്റ യു ഈക്വൽ ടു Q പ്ലസ് W ആണ് നമ്മുടെ എന്ത് വരുന്നത്? ഇക്വേഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ രണ്ട് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടായിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളൊരു ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ സിലിണ്ടറിന്റെ ഉള്ളിലുള്ള പ്രഷറിനെ ഞാൻ P ഇന്റേണൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് P എക്സ്റ്റേണൽ ഉണ്ട്. സോ സേ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ P എക്സ്റ്റേണൽ ഗ്രേറ്റർ ദാൻ P ഇന്റേണൽ ആണെങ്കിൽ ഈ പിസ്റ്റൺ എങ്ങോട്ട് പോകും? താഴോട്ട് എന്ത് ചെയ്യും? അതിനെ അമർത്തും. കാരണം മേലെ പ്രഷർ കൂടുതലാണ്. സോ താഴെ പ്രഷർ കുറവാകുമ്പം സ്വാഭാവികമായിട്ടും പിസ്റ്റൺ എന്ത് ചെയ്യും? താഴോട്ട് വരും. അങ്ങനെ ആകുമ്പം ഇവിടെ ഈ പ്രഷർ ഈക്വൽ ആകുന്നത് വരെ അത് താഴോട്ട് വരും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ എന്തെത്തി? ഇത്രയും വോളിയം ആയിട്ട് അതിന്റെ എമൗണ്ട് കുറഞ്ഞു. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അത് നമ്മൾ ഗ്രാഫിക്കലി വരക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ എക്സ്റ്റേണൽ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയം ഫൈനൽ വോളിയം അത്രയുമായിട്ട് അത് കുറയാണ് ചെയ്തത്. ഇനീഷ്യലി ഇത്രയും വോളിയം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത്ര വോളിയമേ ഇതുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുള്ള കാര്യം. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ കൊടുത്ത ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫോഴ്സിന് ഒരു ഇക്വേഷൻ ഇല്ല. MA എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഇല്ല. കറക്റ്റ് അല്ലേ? പക്ഷെ നമുക്ക് ഇവിടെ ആരുണ്ട്? പ്രഷർ ഉണ്ട്. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടത്തെ നമ്മുടെ ഈ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്ന ഏരിയ എത്ര ഏരിയ ആണ്? ഈ സിലിണ്ടറിന്റെ എന്തെന്ന് പറയാം നമുക്ക്? അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണെന്ന് നമുക്ക് പറയാലോ. ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയനെ നമ്മൾ എന്തെടുക്കാണ്? ക്രോസ് സെക്ഷണൽ ഏരിയനെ നമ്മൾ എന്തെടുക്കാണ്? A എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാനായിട്ട് കഴിയും? ഫോഴ്സ് ഡിവൈഡഡ് ബൈ A എന്ന് എഴുതാനായിട്ട് കഴിയും. വേർ പ്രഷർ ഈക്വൽ ടു P എക്സ്റ്റേണൽ എന്ന് നമുക്ക് എഴുതാം. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? P എക്സ്റ്റേണൽ ഇൻറ്റു A എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ്. എത്ര ഡിസ്റ്റൻസ് ഈ ഒരു പിസ്റ്റൺ മൂവ് ചെയ്തു എന്നുള്ളതാണ്. ആ ഡിസ്റ്റൻസിനെ ഞാൻ വിളിക്കാണ്. ഇത്രയും ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? L എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അത്രയും ഡിസ്റ്റൻസ് ആണ് എന്ത് മൂവ് ചെയ്തത്? പിസ്റ്റൺ മൂവ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വർക്ക് ഇസ് ഈക്വൽ ടു എന്താണ്? P എക്സ്റ്റേണൽ ഇൻറ്റു A ഇൻറ്റു L നമുക്ക് കിട്ടും. സോ ഇത് L-ഉം ക്രോസ് സെക്ഷണൽ ഏരിയ എയും ആയി കഴിഞ്ഞാൽ ഈ L ഇൻറ്റു A എന്താ വരിക? L ഇൻറ്റു A എന്താ വരിക? വോളിയം. കറക്റ്റ് അല്ലേ? നമുക്കറിയാം ഒരു ക്യൂബ് ആണെങ്കിൽ അതിന്റെ എല്ലാ സൈഡിന്റെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? വോളിയം കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമ്മളൊരു സിലിണ്ടറിന്റെ വോളിയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താണ് സിലിണ്ടറിന്റെ വോളിയം നമ്മൾ പറയാറുള്ളത്? πr²
എച്ച്. കറക്റ്റ് അല്ലേ? അതായത് ഇവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ഈ ഒരു സിലിണ്ടറിന്റെ വോളിയം ആണ് കിട്ടുക. അതേപോലെ നമ്മൾ ഇത് എത്ര വോളിയം ഇവിടെ ചേഞ്ച് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് കിട്ടുന്നത് പി എക്സ്റ്റേണൽ ഇൻറ്റു വി എഫ് മൈനസ് വി ഐ, ചേഞ്ച് ഇൻ വോളിയം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എത്ര വോളിയം ചേഞ്ച് ചെയ്തു, ഇത് എത്രയാണ് ഈ ഒരു എമൗണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടെ കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ വി എഫ് ആണോ വി ഐ ആണോ വലുത്? വി ഐ ആണ് വലുത്. വി എഫ് ചെറുതാണല്ലേ? സോ വി എഫ് ചെറുതും വി ഐ വലുതും ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സോ നമുക്കറിയാം ഇവിടെ നടക്കുന്നത് ഒരു കംപ്രഷൻ റിയാക്ഷൻ ആണ്, കംപ്രഷൻ പ്രോസസ് ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. കറക്റ്റ് അല്ലേ? സിസ്റ്റത്തിന്റെ മേലെയാണ് നമ്മൾ എന്ത് ചെയ്തത്? വർക്ക് ചെയ്തത്. സോ ആ വർക്ക് എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് വർക്ക് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? W ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു വി എഫ് മൈനസ് വി ഐ, അല്ലെങ്കിൽ W ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്ന് നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം നമുക്ക് എന്ത് ചെയ്യണം? ആ വർക്കിനെ ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടണം. അതിനാണ് നമ്മളിവിടെ എന്തിട്ട് കൊടുക്കുന്നത്? ഒരു നെഗറ്റീവ് സൈൻ നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഡൗട്ട് ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ഇതാണ്. ഞാൻ ഇവിടെ എഴുതാൻ വിചാരിച്ച കാര്യങ്ങൾ ഞാൻ അവിടെ തന്നെ എഴുതിപ്പോയി. സോ നമുക്ക് ഇവിടെ എഴുതാം W ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇനി രണ്ട് കണ്ടീഷൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ എന്താ പറയുക, ഈ പ്രോസസ്സ് സ്റ്റെപ്പ് ആയിട്ടാണ്. വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടത്തെ ഇത്രയും ഏരിയ നമുക്ക് എന്താ തരുന്നത്? ഈ ഏരിയ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഇത്രയും ലെങ്ത് ഇൻറ്റു ഇത്രയും ലെങ്ത്, അതാണല്ലോ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെത്രയാണ്? ഇതെന്ന് പറഞ്ഞാൽ പി എക്സ്റ്റേണൽ ആണ്. സോ പി എക്സ്റ്റേണൽ ഇൻറ്റു എന്താണ്? സോറി, ഇത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എക്സ്റ്റേണൽ ആണ്. ഇതെന്താണ്? വി ഐ മൈനസ് വി എഫ് ആണ്, അല്ലെങ്കിൽ വി എഫ് മൈനസ് വി ഐ ആണ്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റും ഏരിയ അണ്ടർ പി വി ഗ്രാഫ്, ഏരിയ അണ്ടർ പി വി ഗ്രാഫ് ഗിവ്സ് എന്താണ് വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പിസ്റ്റൺ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തിട്ട് വി ഐയും വി എഫും മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് മെല്ലെ. അതായത് ആദ്യം പിസ്റ്റൺ എന്ത് ചെയ്യാണ്? നമ്മളിപ്പോൾ വരക്കുകയാണെങ്കിൽ ആദ്യം പിസ്റ്റൺ ഇവിടെ എത്തി, അടുത്ത പ്രോസസ്സിൽ പിസ്റ്റൺ ഇവിടെ എത്തി, അടുത്ത പ്രോസസ്സിൽ പിസ്റ്റൺ ഇവിടെ എത്തി. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിട്ടാണ് കിട്ടുക, സ്ട്രെയിറ്റ് ഗ്രാഫ് ആയിട്ടല്ല നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? ഈ ഓരോ സമയത്തെയും ഏരിയ അണ്ടർ പി വി ഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മുടെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ വരുന്നത് എന്തായിരിക്കും? W ഈക്വൽ ടു സിഗ്മ മൈനസ്, ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്, പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്ന് നമ്മൾ എഴുതേണ്ടി വരും. ഈ എല്ലാത്തിൻ്റെയും കൂടെ സമ്മായിരിക്കും നമ്മുടെ ശരിക്കുമുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? W ഈക്വൽ ടു മൈനസ് സിഗ്മ പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്ന് നമുക്ക് എഴുതേണ്ടി വരും. ഇനി അത്രയും കൂടെ എന്തില്ല? യെസ്, വളരെ മെല്ലെയാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം പിസ്റ്റൺ ഇവിടെയായിരുന്നു, പിന്നെ പിസ്റ്റൺ ഇങ്ങോട്ട് വന്നു, പിന്നെ പിസ്റ്റൺ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഒരു 10,000 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടായിരിക്കും എവിടെ എത്തുന്നുണ്ടായിരിക്കുക? പിസ്റ്റൺ ഏറ്റവും താഴെ എത്തുന്നുണ്ടായിരിക്കുക. ദാറ്റ് മീൻസ് വളരെ കുഞ്ഞു ഇന്റർവെല്ലിലാണ് എന്ത് നടക്കുന്നത്? പിസ്റ്റൺ താഴോട്ട് വരുന്നത്. ആദ്യം ഇവിടെയുള്ള പിസ്റ്റൺ ശരിക്കും ഇങ്ങോട്ട് എത്താൻ വേണ്ടത്. സോ ആദ്യം ഇത്ര വന്നു, പിന്നെ ഇത്ര വന്നു, ഇങ്ങനെ മെല്ലെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? ഒരുപാട് ഏരിയ അണ്ടർ ഗ്രാഫ് ഇവിടെ കാണാനായിട്ടുണ്ടായിരിക്കും അല്ലേ? സോ നമ്മൾ അതിന്റെ എല്ലാത്തിൻ്റെയും എന്തെടുക്കണം? സം എടുക്കണം. അങ്ങനെ നമുക്ക് ചെറിയ ഡിസ്റ്റൻസിലുള്ള സമ്മൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനാണ് നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഉള്ളത്, വിച്ച് ഈസ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രൽ എവിടെ മുതൽ എവിടം വരെ? വി ഇനീഷ്യൽ മുതൽ വി ഫൈനൽ വരെ, ഇനീഷ്യൽ വോളിയം മുതൽ ഫൈനൽ വോളിയം വരെ അവരെന്ത് ചെയ്യാണ്? ചെറിയ രീതിയിൽ അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പി എക്സ്റ്റേണൽ ഡി വി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. കാരണം അവിടെ എന്താണ് അവിടുത്തെ വോളിയം ചെറിയ രീതിയിൽ എന്ത് ചെയ്യുന്നുള്ളൂ? ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ക്ലിയർ അല്ലേ? മൈനസിന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാറില്ല. സോ നമുക്ക് അതിന് എഴുതാം വി ഐ ടു വി എഫ് പി എക്സ്റ്റേണൽ ഡി വി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. മൈനസിനെ നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് എടുക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതൊക്കെ നമ്മൾ ചെയ്തതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി ഫോർ എ റിവേഴ്സിബിൾ റിയാക്ഷൻ, ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ അതിന്റെ കംപ്രഷനും അതിന്റെ എക്സ്പാൻഷനും നടക്കുന്ന കാര്യം. ഇപ്പൊ കംപ്രഷന്റെ കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് ചെറുതായിട്ട് അവരെന്ത് ചെയ്യുള്ളൂ? ഓരോ സ്റ്റെപ്പും കടന്നു പോകുകയുള്ളൂ. അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു റിവേഴ്സിബിൾ
റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇങ്ങനെ കംപ്രഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം പി എക്സ്റ്റേണൽ ഇസ് ഗ്രേറ്റർ ദാൻ എന്താണ് പി ഇന്റേണൽ എന്നുള്ള കാര്യം. സോ അങ്ങനെയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ഡിസ്റ്റൻസേ അവർ മൂവ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് പി ഇന്റേണലിനെക്കാട്ടും വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അധികമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് വളരെ കുറച്ച് അങ്ങോട്ട് വന്നത്. അപ്പോഴേക്കും അവർ ഈക്വലായി. വീണ്ടും അവിടെ എന്ത് ചെയ്തു, പ്രഷർ കൂടി. അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഈ പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഇന്റേണൽ പ്രഷറിനെക്കാട്ടും ഇത്തിരി എന്ത് ചെയ്യുന്നുള്ളൂ, കൂടുന്നുള്ളൂ. ഇനിയിപ്പോൾ എക്സ്പാൻഷന്റെ കേസ് ആണെങ്കിലോ, എക്സ്പാൻഷൻ ആവുന്ന സമയത്ത് നമുക്കറിയാം ആദ്യം ഇവിടെയുള്ള ആൾ പിന്നെ എങ്ങോട്ട് പോവാണ്, മേലോട്ട് പോവാ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ പി ഇന്റേണൽ ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്, പി എക്സ്റ്റേണൽ ആണ്. ദാറ്റ് മീൻസ് പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് പി ഇന്റേണലിനെക്കാട്ടും കുറച്ച് എന്താണ്, കുറവാണ്. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, മെല്ലെ 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 മേലോട്ട് കയറി പോകുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ എടുക്കുന്നത് കംപ്രഷൻ തന്നെയാണെന്ന് വിചാരിക്കാം. സോ നമുക്കുള്ള ഇക്വേഷൻ എന്താണ്, മൈനസ് വി ഐ ടു വി എഫ് പി എക്സ്റ്റേണൽ ഡി വി. കറക്റ്റ് അല്ലേ? ഈ പി എക്സ്റ്റേണലിന് എനിക്ക് എങ്ങനെ എഴുതാം, പി ഇന്റേണൽ പ്ലസ് ഡി പി എന്ന് എഴുതാലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇക്വേഷൻ എന്താവും, ഡബ്ല്യു ഈക്വൽ ടു മൈനസ് വി ഐ ടു വി എഫ് പി ഇന്റേണൽ പ്ലസ് ഡി പി ഇൻറ്റു എന്ത് വരും, ഡി വി എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് വി ഐ ടു വി എഫ് പി ഇന്റേണൽ ഡി വി. ഈ ഡി വിനെ ഞാൻ രണ്ടിനെയും ഉള്ളിലോട്ട് എടുക്കാറുണ്ട്, ഡി പി ഡി വി എന്ന് കിട്ടും. ഡി പിയും ഡി വി ഒക്കെ എന്താണ്, വളരെ ചെറിയൊരു എമൗണ്ടിനാണ് നമ്മൾ പറയുന്നത് ഡി എന്നുള്ള രീതിയിൽ, ഡിഫറൻഷ്യൽ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുള്ളത്. സോ രണ്ട് ചെറിയ ആളുകളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെരി സ്മോൾ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സോ ഈ ഡി പി ഇൻറ്റു ഡി വിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം മൈനസ് ഓഫ് വി ഐ ടു വി എഫ് പി ഇന്റേണൽ ഡി വി എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ എടുക്കുന്നത് ഒരു ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ വി നോ പി വി ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഐഡിയൽ ഗ്യാസിന് എന്താണ്, ബാധകമാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ പി ഇന്റേണൽ നമുക്ക് എങ്ങനെ എഴുതാം, എൻ ആർ ടി ഡിവൈഡഡ് ബൈ വി എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ അവരുടെ ഡബ്ല്യു എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, ഇന്റഗ്രൽ വി ഐ ടു വി എഫ് എൻ ആർ ടി ഡിവൈഡഡ് ബൈ വി ഡി വി എന്ന് എഴുതാം. ഇനി ഇതിൽ n കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഈ മൂന്നാളും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ്സിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. നിങ്ങൾ മാത്സിൽ ഇതൊക്കെ നെക്സ്റ്റ് ഇയർ പഠിക്കും കേട്ടോ. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഈ എൻ ആർ ടിനെ മൊത്തത്തിൽ ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും മൈനസ് എൻ ആർ ടി ഇന്റഗ്രൽ വി ഐ ടു വി എഫ് ഡി വി ബൈ വി. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ 1 ബൈ വി ഡി വി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു മാത്തമാറ്റിക്കൽ ഐഡന്റിറ്റി ആണ് എന്ത്, ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, എൽ എൻ എക്സ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ് എന്നാണ് അതിന്റെ മീൻ ചെയ്യുന്നത്. സോ നമുക്ക് ഡബ്ല്യു ഈക്വൽ ടു മൈനസ് എൽ ആർ ടി എൻ ആർ ടി എൽ എൻ വി എന്ന് നമുക്ക് എഴുതാം ഫ്രം വി ഐ ടു വി എഫ്. ക്ലിയർ അല്ലേ? യെസ്, ഇവിടെ നമുക്ക് എഴുതാം x1 മുതൽ x2 വരെ എന്നുള്ള കാര്യം. ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് എന്താണ്, മൈനസ് എൻ ആർ ടി എൽ എൻ വി എഫ് മൈനസ് എൽ എൻ വി ഐ എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ് ലോ എൽ എൻ എം മൈനസ്, അത് ലോഗായാലും എൽ എൻ ആയാലും കുഴപ്പമില്ല കേട്ടോ. യെസ്, ഞാനിവിടെ എൽ എൻ ആയതുകൊണ്ട് എൽ എൻ എക്സ് മൈനസ് എൽ എൻ വൈ ഈക്വൽ ടു എൽ എൻ എക്സ് ബൈ വൈ എന്ന് നമുക്ക് എഴുതാം. അതാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എഴുതാം മൈനസ് എൻ ആർ ടി എൽ എൻ വി എഫ് ബൈ വി ഐ എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതെന്ത്, ഡബ്ല്യു എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ വേറെ കാര്യം അറിയേണ്ടത് എന്താണ്, എൽ എൻ ഇസ് ഈക്വൽ ടു 2.303 ബേസ് 10 ലോഗരിതം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ കിട്ടും ഡബ്ല്യു ഈക്വൽ ടു മൈനസ് എൻ ആർ ടി, സോറി മൈനസ് വെറും എൻ ആർ ടി അല്ല, 2.303 എൻ ആർ ടി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്, നാച്ചുറൽ ലോഗരിതത്തിനെ ബേസ് 10 ലോഗരിതമാക്കി മാറ്റാണ്. സോ മൈനസ് 2.303 എൻ ആർ ടി ലോഗ് വി എഫ് ബൈ വി ഐ എന്ന് പറയുന്ന ഇക്വേഷൻ ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് നമുക്ക് കിട്ടും. ഫോർ എ റിവേഴ്സിബിൾ വർക്ക് ഡൺ. എന്താണ്, ഫോർ എ റിവേഴ്സിബിൾ വർക്ക് ഡൺ നമുക്ക് നമ്മുടെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോ ഡൗട്ട്സ്? നെക്സ്റ്റ് വൺ,
നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് ഫ്രീ എക്സ്പാൻഷന്റെ കാര്യമാണ്. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാണ്, അത് എക്സ്പാൻഡ് ചെയ്ത് പോവാണ്. ദാറ്റ് മീൻസ് അവിടെ പി എക്സ്റ്റേണൽ എന്താണ്, 0 ആയിപ്പോയി. പി എക്സ്റ്റേണൽ 0 ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, പി ഇന്റേണൽ വളരെ കൂടിയിട്ട് അത് ഫ്രീ ആയിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകും. എപ്പോഴും അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പി എക്സ്റ്റേണൽ 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ കണ്ടീഷൻ, വാക്യൂം ആണ് എന്നാണ് അത് മീൻ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? പി എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാക്യൂം ആണെന്നാണ് അർത്ഥം. ഇനി ആ ഒരു റിയാക്ഷൻ റിവേഴ്സിബിൾ ആയിക്കോട്ടെ ഇറിവേഴ്സിബിൾ ആയിക്കോട്ടെ, വർക്ക് ഡൺ ഡ്യൂറിങ് എ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് for both reversible and irreversible is 0. W equal to 0 for free expansion. For free expansion, both reversible and ആൻറ്റി-റിവേഴ്സിബിൾ അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ. ആൻറ്റി-റിവേഴ്സിബിൾ അല്ല, ഇറിവേഴ്സിബിൾ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ ആണോ? ഈ കാര്യം ആലോചിച്ച് വെക്കുക. W equal to 0 for free expansion for both reversible and irreversible free expansion. ഓക്കെ, രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം പി എക്സ്റ്റേണൽ 0 ആയി കഴിഞ്ഞാൽ ഡബ്ല്യൂന്റെ വാല്യൂ എപ്പോഴും എന്താവും, 0 ആവും. കാരണം W എന്ന് പറഞ്ഞാൽ പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഫോർ എൻ ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ വോളിയം ചേഞ്ച് ചെയ്യാത്ത ഡെൽറ്റ വി ഈക്വൽ ടു 0 ആയിട്ടുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഐസോകോറിക് പ്രോസസ്. ഈ വോളിയം ചേഞ്ച് ചെയ്യാത്തത് ആർക്ക് മാത്രമേ നടക്കുള്ളൂ, സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സിന്റെ കേസിൽ മാത്രമേ വോളിയം ചേഞ്ച് ചെയ്യാതിരിക്കുള്ളൂ. വേറെ ഏതൊരു ഗ്യാസ് ആണെങ്കിലും അതിന് എന്ത് ചേഞ്ച് ചെയ്യും, ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിന്റെ വോളിയം എന്ത് തന്നെ ആയാലും ചേഞ്ച് ചെയ്യും. സോ സോളിഡ്സിന്റെയും ലിക്വിഡ്സിന്റെയും കേസിലാണ് ഈ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഡെൽറ്റ യു ഈക്വൽ ടു എന്താണ്, ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്, അല്ലെങ്കിൽ ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വി എന്താണ് ഇവിടെ, 0 ആണ്. ദാറ്റ് മീൻസ് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ വി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. അതായത് ഇവിടെയുള്ള ഇന്റേണൽ എനർജി ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത് എന്താണ് ഇന്റേണൽ എനർജി ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ് ആണ്. ഹീറ്റ് അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് ബൈ ദ സിസ്റ്റം ഡ്യൂറിങ് ദാറ്റ് ടൈം ആണ്. കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഇന്റേണൽ എനർജി ചേഞ്ച് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ് ക്യൂവിന്റെ വാല്യൂ എത്രയാണോ അതന്നെയാണ് അതിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ വി എന്നുള്ള ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് ഒരു ഐസോതേർമൽ പ്രോസസ് എന്നുള്ളതാണ്. ഐസോതേർമൽ പ്രോസസ് ആണെങ്കിൽ ഐസോതേർമൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ടി ഈക്വൽ ടു 0 ആണ്. ഈ ഡെൽറ്റ ടി ഈക്വൽ ടു അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലെങ്കിൽ അവിടെ ഹീറ്റ് ചേഞ്ച് ഉണ്ടാവില്ല എന്നുള്ളത് ഒരു എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് സയന്റിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ജൂൾ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡെൽറ്റ ടി 0 ആണെങ്കിൽ എന്താണ്, ക്യൂയും 0 ആണ്. ഓക്കെ അല്ലേ? യെസ്, ക്യൂ 0 ആണ്. ആൻഡ് ഓൾസോ നമുക്ക് എഴുതാൻ പറ്റും ഡെൽറ്റ യു ഈക്വൽ ടു 0 ആണ് ഫോർ എൻ ഐസോതേർമൽ ഫ്രീ എക്സ്പാൻഷൻ എന്നുള്ള കാര്യം. കാരണം നമുക്കറിയാം എന്താണ് ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ അവിടെ എന്താണ് W ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഐസോതേർമൽ കണ്ടീഷന് ഈ വാല്യൂസ് എല്ലാം 0 ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ചു വെക്കുക. സോ ഡെൽറ്റ യു ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, Q plus W equal to 0. That means Q equal to minus W. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ Qന്റെ വാല്യൂ എത്രയാണ്, റിവേഴ്സിബിൾ പ്രോസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുമ്പോൾ minus 2.303 nRT log VF by VI എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടും, Q equal to 2.303 nRT log VF by VI for an isothermal free expansion reversible reaction amount of heat എന്ന് പറയുന്നത് 2.303 nRT log VF by VI ആയിരിക്കും. ഇനി for reversible reaction ആണെങ്കിൽ again Q equal to minus W which is equal to minus P external delta V ആണ്, which is P external ഡെൽറ്റ വി എന്ന് നമുക്ക് കിട്ടും. ഇനി അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ അവിടെ എപ്പോഴും Q ഈക്വൽ ടു 0 ആണ്. ആ സമയത്ത് ഡെൽറ്റ യു ഈക്വൽ ടു അഡിയബാറ്റിക് വർക്ക് ഡൺ ആയിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. എന്താണ് ഡെൽറ്റ യു, അഡിയബാറ്റിക് വർക്ക് ഡൺ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോ ഡൗട്ട്സ്?
യെസ്, നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. ഇൻ എ പ്രോസസ് 701 heat is absorbed by the system and 394 joule of work is done by the system. Again നമ്മുടെ ഫസ്റ്റ് ലോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Q plus W. ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആണെങ്കിൽ അതെന്താണ്? പോസിറ്റീവ് ആണ്. പ്ലസ് W വർക്ക് ഈസ് ഡൺ by the system, that means minus 394 എന്ന് നമ്മൾ എടുക്കണം. സോ 701 നിന്ന് 394 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 11 4 കുറക്കുന്നു 7 കിട്ടും. ഇവിടെ 9 minus 9 0 എന്ന് കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 6 minus 3 which is equal to 3 എന്ന് കിട്ടും. സോ 307 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? നോ, റൈറ്റ്? ഓക്കെ, സോ നമുക്ക് കിട്ടുന്നത് 394 യെസ് ഓക്കെ ഇൻറ്റു 10⁻³ കിലോ ജൂൾ പെർ മോൾ എന്ന് നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ ആണ്, കാരണം ഇത് രണ്ടും തന്നിട്ടുള്ളത് ജൂളിലാണ്. നമ്മൾ ഡെൽറ്റ യുവിനെ എപ്പോഴും നമ്മൾ പറയാറുള്ളത് കിലോ ജൂളിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജൂളിനെ കിലോ ജൂളിലേക്കാക്കി മാറ്റണം. ഓക്കെ, ഇൻറ്റു 10⁻³ കിലോ ജൂൾ പെർ മോൾ എന്ന് നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, യെസ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? വർക്ക് ഡൺ കണ്ടുപിടിക്കുകയായിരുന്നു അല്ലെ. ഇനി നമ്മൾ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിട്ടുള്ള എൻതാൽപ്പി, അതായത് നമുക്ക് നെക്സ്റ്റ് വൺ ഉള്ളത് ഹീറ്റ് ആണ്. സോ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം ആണ് എന്ത്? എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? എൻതാൽപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എൻതാൽപ്പി എന്താ നമുക്കറിയാം? ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദ സിസ്റ്റം ആണ്. അതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? U plus PV ആണെന്നുള്ള കാര്യവും നമുക്കറിയാം. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഗ്യാസസിനെ നടത്തൽ എന്തല്ല പോസിബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? കോൺസ്റ്റന്റ് എന്താ പറയുക പ്രഷറിലാണ് നമ്മൾ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാനായിട്ട് കഴിയും? നമ്മുടെ ഡെൽറ്റ യു എന്ന് പറയുന്നത് QP plus W എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഡെൽറ്റ യു ഈക്വൽ ടു QP മൈനസ് P ഡെൽറ്റ വി നമുക്ക് എഴുതാം. കറക്റ്റ് അല്ലേ? സോ ഡെൽറ്റ യുവിനെ ഞാൻ മാറ്റി എഴുതുകയാണ്. എങ്ങനെ മാറ്റി എഴുതുന്നത്? U2 minus U1 എന്നുള്ളത് എനിക്ക് എഴുതാലോ. സോ U2 minus U1 ഈക്വൽ ടു QP മൈനസ് P ഇൻറ്റു V2 മൈനസ് V1 എന്ന് ഞാൻ എഴുതുകയാണ്. ക്ലിയർ ആണോ? സോ U2 മൈനസ് U1 ഇസ് ഈക്വൽ ടു QP മൈനസ് PV2 പ്ലസ് PV1 എന്ന് എനിക്ക് എഴുതാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഞാൻ PV2നെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. സോ U2 പ്ലസ് PV2 minus U1 minus PV1 equal to QP എന്ന് കിട്ടി. സോ U2 plus PV2 മൈനസ് ഞാൻ രണ്ടെന്നും പുറത്തേക്ക് എടുക്കുകയാണ്. സോ മൈനസ് ഓഫ് U1 പ്ലസ് PV1 ഈക്വൽ ടു QP എന്ന് എനിക്ക് എഴുതാം. നമുക്കറിയാം H ഈക്വൽ ടു U പ്ലസ് PV ആയതുകൊണ്ട് H1 എന്തായിരിക്കും? U1 പ്ലസ് PV1. H2 എന്തായിരിക്കും? U2 പ്ലസ് PV2 at constant pressure. അപ്പോൾ നിങ്ങൾ നോക്കൂ U2 plus PV2 which is H2. So H2 minus U1 plus PV1 എന്നാണ്. H1 is equal to QP. That means delta H is equal to QP എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ H is equal to ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ വി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. നമ്മൾ എന്ത് ചെയ്യാണ്? ഈ QPക്ക് പകരം ഇവിടെ ഡെൽറ്റ എച്ചിനെ ഇട്ട് കൊടുക്കുകയാണ്. ക്ലിയർ ആണോ? സോ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് P ഡെൽറ്റ വി എന്ന് നമുക്ക് എഴുതാം. അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ, കോൺസ്റ്റന്റ് വോള്യത്തിലാണ് നമ്മൾ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? QV ആയിട്ട് മാറും. സോ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഈക്വൽ ടു QV എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? കാരണം ഇതെന്താവും? 0 ആയി പോകും. സോ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു ആയിട്ട് മാറും. ആൻഡ് നമുക്കറിയാം കോൺസ്റ്റന്റ് വോള്യത്തിൽ ഡെൽറ്റ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QV ആണ്. ക്ലിയർ ആണോ? സോ കോൺസ്റ്റന്റ് പ്രഷറിൽ എന്താണ്? amount ഓഫ് ഹീറ്റ് ആണ്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു QP ആണെന്നുള്ള കാര്യവും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഫോർ എക്സോതെർമിക് റിയാക്ഷൻ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ വിൽ ബി ഓൾവേസ് നെഗറ്റീവ്. എൻഡോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ വിൽ ബി പോസിറ്റീവ്. ആൻഡ് കോൺസ്റ്റന്റ് വോള്യത്തിലാണെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഈക്വൽ ടു QV എന്നുള്ള കാര്യവും നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ക്ലിയർ അല്ലേ? ഈ സൈൻ എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട സൈൻസ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? യെസ്. നെക്സ്റ്റ് വൺ ഗ്യാസസിന്റെ കേസ് ആണെങ്കിലോ എന്നുള്ളത്. സോ എ ഗ്യാസ് ബി ഗ്യാസ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണെങ്കിൽ ഇവിടുത്തെ രണ്ട് കണ്ടീഷനിലെയും PVA ഈക്വൽ ടു NART. PV ഈക്വൽ ടു NRT ആണല്ലോ. അതുപോലെ തന്നെ PVB ഈക്വൽ ടു NBRT നമുക്ക് എഴുതാലോ. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ
PVB minus VA equal to NB minus NA into RT നമുക്ക് എഴുതാലോ. ദാറ്റ് മീൻസ് P ഡെൽറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എൻ ആർ ടിക്ക് ഈക്വൽ ആണെന്ന് അർത്ഥം. നമുക്കുള്ള ഇക്വേഷൻ എന്താ? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് P ഡെൽറ്റ വി. ദാറ്റ് മീൻസ് എനിക്ക് ഇവിടെ എഴുതാം ഫോർ ഗ്യാസസ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഓക്കെ ആണോ? വേർ ഡെൽറ്റ എൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഗേഷ്യസ് products minus number of gaseous reactants. Number of gaseous products minus number of gaseous reactants എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും ഡെൽറ്റ എന്നിന്റെ വാല്യൂ. ക്ലിയർ അല്ലേ? ഇതെല്ലാം നമ്മൾ ലൈവിൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ക്വാണ്ടിറ്റിയാണ്, വിച്ച് ഇസ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ amount of heat required to increase the temperature of a system. എന്തിന്? ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ എത്ര amount ഓഫ് എനർജി കൊടുക്കണമോ അല്ലെങ്കിൽ എത്ര amount ഓഫ് ഹീറ്റ് നമ്മൾ കൊടുക്കണമോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സോ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ Q ഈക്വൽ ടു C ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാം. വേർ C ഇസ് ദ ഹീറ്റ് കപ്പാസിറ്റി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇഫ് C is higher ഡെൽറ്റ ടി വിൽ ബി ലോവർ. ഓർ ക്ലിയർ അല്ലേ? ഹീറ്റ് കപ്പാസിറ്റി കൂടി കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കണം. കാരണം ക്യൂവിൻ്റെ വാല്യൂ ഒരു സെയിം വാല്യൂ കൊടുത്തിട്ട് 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ 10 amount ഓഫ് ഹീറ്റ് ഞാൻ എപ്പോഴും കൊടുക്കുന്നുള്ളൂ. ഹീറ്റ് കപ്പാസിറ്റി 5 ആണെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി ഹീറ്റ് കപ്പാസിറ്റി 2 ആണെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? 5 ആണ് വരുന്നത്. ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് വെച്ചാൽ ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് കഴിയും. ദാറ്റ് മീൻസ് എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ഓ നോ, യെസ്, ഞാനത് എറേസ് ചെയ്ത് പോയിട്ടോ. യെസ്, ഐ റൈറ്റ് ഇറ്റ് അഗൈൻ. amount of heat required to raise the temperature of a system by 1 unit. C equal to Q divided by delta T. Q equal to C into delta T. If C increases, delta T decreases. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ടും എഴുതി വെക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഇനി എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ദാറ്റ് ഈസ് amount ഓഫ് heat required to raise the temperature of a എന്താണ് യൂണിറ്റ് മാസ് ഓഫ് എ സിസ്റ്റം. യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഓഫ് എ യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. അതായത് ഒരു കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഞാൻ എത്ര amount ഓഫ് ഹീറ്റ് കൊടുക്കണം? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ Q ഈക്വൽ ടു C ഇൻറ്റു മാസ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് വൺ ഉള്ളത്, വിച്ച് ഇസ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. അതെന്തായിരിക്കും? 1 മോൾ സബ്സ്റ്റൻസിന്റെ ഹീറ്റ് യൂണിറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് ഞാൻ കൊടുക്കേണ്ട amount ഓഫ് ഹീറ്റ്. അവരുടെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് അളവിൽ മാറ്റാനായിട്ട് ഞാൻ കൊടുക്കേണ്ട amount ഓഫ് ഹീറ്റിനെ എനിക്ക് എന്ത് വിളിക്കാം? മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് എനിക്ക് വിളിക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ഡൗട്ട് ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പെർ കിലോഗ്രാമിലും പെർ ഗ്രാമിലൊക്കെ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പെർ മോളിൽ സംസാരിച്ചുകൊണ്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് നമുക്ക് പറയാം. whereas ഹീറ്റ് കപ്പാസിറ്റി ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറയും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ത് പ്രോപ്പർട്ടിയാണ്? ഇറ്റ് ഈസ് ഓൾസോ ആൻ
ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം CP/CV എന്ന് പറയുന്ന രണ്ടാളുകൾ നമുക്കുണ്ട്. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് ഫോർ 1 mole ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്, അല്ലെങ്കിൽ ഡെൽറ്റ NRT ആണ്. ഒരു ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ N ഈക്വൽ ടു എന്താണ്? 1 ആണ്. സോ നമുക്ക് ഡെൽറ്റ ആർ ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? QP ആണ്. ഡെൽറ്റ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? QV ആണ്. പ്ലസ് ആർ ഡെൽറ്റ ടി നമുക്ക് എഴുതാം. QP എന്ന് പറഞ്ഞാൽ എന്താണ്? CP ഡെൽറ്റ ടി ആണ്. QV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? CV ഡെൽറ്റ ടി പ്ലസ് ആർ ഡെൽറ്റ ടി നമുക്ക് എഴുതാം. ഡെൽറ്റ ടി എല്ലാത്തിലും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ കട്ട് ചെയ്ത് കളയാം. ക്ലിയർ ആണ്? മനസ്സിലായോ? അതായത് CP ഡെൽറ്റ ടി ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ ടി ഇൻറ്റു CV പ്ലസ് ആർ എന്ന് എഴുതിക്കൂടെ? സോ ഈ ഡെൽറ്റ ടി എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? CP ഈക്വൽ ടു CV പ്ലസ് ആർ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് CP മൈനസ് CV ഈക്വൽ ടു ആർ എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് എനിക്ക് CPയും CVയും തമ്മിൽ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. സോ CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നുള്ളതാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, എങ്ങനെയാണ് നമ്മൾ ഈ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും മെഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുക? നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? കലോറിമെട്രി എന്ന് പറയുന്നത്. അതായത് ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ്സിൽ ഉണ്ടാകുന്ന എനർജി ചേഞ്ചിനെ എക്സ്പെരിമെന്റൽ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കലോറിമെട്രി. അതിനായിട്ട് നമ്മളൊരു വെസൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ വെസലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കലോറിമീറ്റർ. ക്ലിയർ അല്ലേ? ഇനി ഡെൽറ്റ യുവിന്റെയും ഡെൽറ്റ എച്ചിന്റെയും മെഷർമെന്റ് ആയതുകൊണ്ട് തന്നെ രണ്ടിനെയും രണ്ട് കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. കോൺസ്റ്റന്റ് വോളിയത്തിൽ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്, അതെന്തായിരിക്കും? നമ്മുടെ ഡെൽറ്റ യു ആയിരിക്കും. കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്, വിച്ച് വിൽ ബി ഡെൽറ്റ എച്ച് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? യെസ്. നെക്സ്റ്റ് വൺ, എങ്ങനെയാണ് മെഷർമെന്റ് ഓഫ് ഡെൽറ്റ യു അറ്റ് കോൺസ്റ്റന്റ് വോളിയം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? കോൺസ്റ്റന്റ് വോളിയത്തിലാണ് എന്നുള്ള കാര്യം അല്ലേ? ജസ്റ്റ് എ മിനിറ്റ്. യെസ്, ഓക്കെ. കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. സോ ഇത് നടക്കുന്നത് ബോംബ് കലോറിമീറ്റർ ആണ്. ഈ ഒരു എന്താ പറയുക, നമ്മുടെ കലോറിമീറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ബോംബ് കലോറിമീറ്റർ എന്നാണ്. ഈ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ ബോംബ് കലോറിമീറ്റർ വിളിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇതിനെ നമ്മൾ താഴ്ത്തി വെച്ചിട്ടുള്ളത് ഒരു വാട്ടർ കണ്ടെയ്നിങ് വെസലിലേക്കാണ്. ഇവിടെ ഒരു സ്റ്റിറർ ഉണ്ട്, കാരണം ടെമ്പറേച്ചർ, അതായത് ഇവിടെ ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യാണ്? കമ്പസ്റ്റൻ നടക്കുകയാണ്. അവർ ഹീറ്റ് റിലീസ് ചെയ്യും. ആ ഹീറ്റ് എന്ത് ചെയ്യും? ഈ വെള്ളത്തിലേക്ക് വരും. എന്നിട്ട് ഇതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? അവർ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഈ വെള്ളത്തിന്റെ ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് ഡെൽറ്റ ടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള QVനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? CV ഡെൽറ്റ ടി വെച്ച് കണ്ടുപിടിക്കാലോ. ഓക്കെ അല്ലെ? വെള്ളത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം നമുക്കറിയാലോ. ഓക്കെ, അതിന് C ഇൻറ്റു M ഇൻറ്റു ഡെൽറ്റ ടി എന്നുള്ള വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? QVന്റെ വാല്യൂ ഇവിടെ കിട്ടും. QVന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ്? എൻതാൽപ്പി ആണത്. ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ, മെഷർമെന്റ് ഓഫ് ഡെൽറ്റ എച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റ് പ്രഷർ. ഇവിടെ നമുക്കറിയാം ഒരു എന്താ പറയുക, കോഫി ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പോലത്തെ ഒരു പേപ്പറിന്റെ എന്തായിരിക്കും? ഒരു എന്താ പറയുക, ഗ്ലാസ് ആണ് അല്ലെങ്കിൽ ഫ്ലാസ്ക് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ പ്രഷർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് പ്രഷറിലായിരിക്കും നമ്മൾ ഈ ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. എഗെയിൻ ഇവിടെ റിയാക്ഷൻ നടന്നിട്ട് ഇവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ചേഞ്ച് ഡെൽറ്റ ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറിൽ നമുക്കുള്ളത് എന്തായിരിക്കും? CP ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കില്ലേ? സോ CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ഇവിടുത്തെ എമൗണ്ട്, നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് നോൺ കോമ്പൗണ്ട് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ടായിരിക്കുക. സോ നമുക്ക് എല്ലാം കണ്ടുപിടിക്കാനായിട്ട് കഴിയും. സോ QP ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ എച്ച് ആണ്. സോ ഇവിടുത്തെ QP കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇതിന്റെ വാല്യൂ, ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ എങ്ങനെയാണ് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം. നെക്സ്റ്റ് വൺ, എൻതാൽപ്പി ചേഞ്ച് ഫോർ എ റിയാക്ഷൻ, അല്ലെങ്കിൽ എന്താണ് റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റിയാക്ഷനായിട്ടും അസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ടായിരിക്കും? ഒരു എനർജി ചേഞ്ച് ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരു മിനിറ്റ്, സൗണ്ട് ഓക്കെ സൗണ്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ എൻതാൽപ്പി ചേഞ്ച് അക്കമ്പനിയിങ് ആ റിയാക്ഷൻ
is called reaction enthalpy. ഒരു റിയാക്ഷൻ അക്കമ്പനി ചെയ്തുകൊണ്ടുണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് റിയാക്ഷൻ എൻതാൽപ്പി എന്നുള്ള കാര്യം. സോ റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്ടൻസ്. സം ഓഫ് മോളാർ എൻതാൽപ്പി ഓഫ് പ്രോഡക്ട്സും റിയാക്ടൻസും എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കമ്പഷൻ ഓഫ് മീഥേൻ എന്ന് പറഞ്ഞാൽ CH4ന്റെ മീഥേന്റെ കമ്പഷൻ എടുക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് കമ്പഷന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. CXHY plus X plus Y by 4 O2. X plus Y by 4 O2 gives XCO2 plus Y by 2 H2O. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം ഓരോന്നിൻ്റെയും എന്ത് കമ്പസ്റ്റൻ്റെ ഇക്വേഷൻ. സോ CH4ഉം X plus Y by 4 എന്ന് പറയുമ്പം ഇവിടെ 2 O2 ആയിരിക്കും ഉണ്ടായിരിക്കുക, 1 CO2 ആൻഡ് എന്തായിരിക്കും 2 H2O. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിയാക്ഷൻ എന്താൽപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ RH ഈക്വൽ ടു എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് 2 ഇൻറ്റു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ മൈനസ് എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 പ്ലസ് 2 ഇൻറ്റു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സിജൻ എന്ന് നമുക്ക് എഴുതാം. അതായത് മോളാർ എൻതാൽപ്പി സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്ട്സിന്റെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 വാട്ടർ ഉള്ളതുകൊണ്ട് 2 മോളാർ എൻതാൽപ്പി ഓഫ് വാട്ടർ നമ്മൾ ഇവിടെ എടുക്കേണ്ടതായിട്ടുണ്ട്. 2 ഇൻറ്റു എന്ന് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അതാണ് എന്ത് നമ്മൾ റിയാക്ഷൻ എൻതാൽപ്പി നമ്മൾ കണ്ടുപിടിക്കുന്ന വിധം എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ നടക്കുന്നത് അതിലുള്ള ഓരോ സബ്സ്റ്റൻസും അതിന്റെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന amount of എനർജിന്റെ റിലീസിന് നമുക്ക് എന്ത് വിളിക്കാം, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ. അതായത് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ കണ്ടീഷൻ അണ്ടർ വിച്ച് ദ റിയാക്ഷൻ ഇസ് ക്യാരി ഔട്ട്. അതായത് റിയാക്ഷന്റെ കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് ആ റിയാക്ഷൻ സെയിം റിയാക്ഷന്റെ തന്നെ എന്തും മാറും, ഡെൽറ്റ എച്ചും മാറും. അതായത് ഒരു 373 കെൽവിനിൽ ഒരു റിയാക്ഷൻ നടക്കുകയാണ്, അപ്പോൾ ഒരു ഡെൽറ്റ എച്ച് വാല്യൂ ഉണ്ടെങ്കിൽ വേറെ ടെമ്പറേച്ചറിൽ നമ്മൾ ആ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഡെൽറ്റ എച്ച് എന്ത് ചെയ്യും, വീണ്ടും മാറും എന്നാണ് പറയുന്നത്. ഓരോ കണ്ടീഷനെയും അനുസരിച്ച് ഡെൽറ്റ എച്ച് മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. സോ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് ദ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ റിയാക്ഷൻ വെൻ ഓൾ പാർട്ടിസിപ്പേറ്റിംഗ് സബ്സ്റ്റൻസ് ആർ ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. എല്ലാ പാർട്ടിസിപ്പേറ്റിംഗ് സബ്സ്റ്റൻസും അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് കഴിയും. സോ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് ഇപ്പോൾ ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണെങ്കിൽ അത് 1 ബാർ പ്രഷറിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഏതൊരു എന്താ പറയുക ഫിസിക്കൽ സ്റ്റേറ്റിലാണ്, ഗ്യാസ് ആണോ സോളിഡ് ആണോ ലിക്വിഡ് ആണോ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുക, ആ ഒരു സ്റ്റേറ്റിലായിരിക്കണം ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവർ എക്സിസ്റ്റ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഒന്നുമില്ല, നമ്മുടെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഒരു റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ ആ റിയാക്ഷനായിട്ട് ബന്ധപ്പെട്ട എൻതാൽപ്പി ചേഞ്ചിനെ നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്ന് വിളിക്കാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ. ഫേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഐസ് സോളിഡ് ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾ ആരായിട്ട് മാറുകയാണ്, ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ ആയിട്ട് മാറുകയാണ്. ഈ റിയാക്ഷൻ നടക്കുന്നത് ഏത് ടെമ്പറേച്ചറിലായിരിക്കും, 273 കെൽവിനിലായിരിക്കും അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. സോ ഈ ടെമ്പറേച്ചറിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഫേസ് ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. സോ ഈ ഒരു റിയാക്ഷനായിട്ട് ബന്ധപ്പെട്ട എൻതാൽപ്പിനെ നമുക്ക് വിളിക്കാം എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. സോ 273 കെൽവിനിലാണ് ഇത് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് നമുക്കിതിനെ വിളിക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? എന്താണ് ദി എൻതാൽപ്പി ചേഞ്ച് ദാറ്റ് അക്കമ്പനീസ് മെൽറ്റിംഗ് ഓഫ് 1 mole ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് ഇൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഇസ് കോൾഡ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ വേപ്പറൈസ് ചെയ്തിട്ട് ഗേഷ്യസ് വേപ്പർ മോളിക്യൂൾസ് ആയിട്ട് മാറുന്ന സമയത്ത് അതേത് ടെമ്പറേച്ചറിലാണ് നടക്കുക, 373 കെൽവിൻ അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ് നടക്കുക. ഇതിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എൻതാൽപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ 373 കെൽവിനിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്നായിരിക്കും നമ്മൾ അതിനെ വിളിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോ ഡൗട്ട്സ്. നെക്സ്റ്റ് വൺ നമുക്കുള്ളത് എന്തായിരിക്കും, നമ്മുടെ സോളിഡ് ആയിട്ടുള്ള ഡ്രൈ ഐസ് പോയിട്ട് എന്തായിട്ട് മാറുകയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് മാറുകയാണ്. സോളിഡിൽ നിന്ന് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും, അത് അതിന്റെ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലുമാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. ഓക്കെ,
ക്ലിയർ? ഈ ടേബിളിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു പോയിന്റ് വായിച്ചു നോക്കാം. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻതാൽപ്പി ചേഞ്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ സ്ട്രെങ്ത് ഓഫ് ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻ ഇൻ ദ സബ്സ്റ്റൻസ് അണ്ടർഗോയിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ രണ്ടാളെ എടുക്കുകയാണ്, ഞാനിപ്പോൾ വാട്ടറിനെയും എടുക്കുകയാണ്, അസറ്റോണിനെയും എടുക്കുകയാണ്, CH3CO CH3. ഇവർ രണ്ടുപേരും എന്താ പറയുക, സോളിഡ് ലിക്വിഡ് ആവുന്ന കേസ് ആയിക്കോട്ടെ, എന്താ പറയുക ലിക്വിഡ് ഗ്യാസ് ആവുന്ന സ്റ്റേറ്റ് ആയിക്കോട്ടെ. ഓക്കെ, രണ്ടും ഒരേ ഫേസ് ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത്. ഇയാളും എന്താണ്, സോളിഡ് ലിക്വിഡ് ആവാണ്, ലിക്വിഡ് ഗ്യാസ് ആവാണ്. ഈ രണ്ട് റിയാക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവരുടെ വാല്യൂസിൽ എന്തുണ്ട്, വലിയൊരു ചേഞ്ച് ഉണ്ട്. രണ്ടും ഒരേ ഫേസ് ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിലും ഇവരുടെ വാല്യൂസിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അതിന്റെ കാരണം എന്താണ്, ഇവർക്കിടയിലുള്ള ഇവിടെ വാട്ടർ ആണെങ്കിൽ വാട്ടർ മോളിക്യൂൾസിനിടയിലുള്ള എന്താണ്, ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻ ആണ്. അസറ്റോണിന്റെ ഇടയിലുള്ള ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻ ആണ്. വാട്ടറിന്റെ ഇടയിലുള്ള ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻ ഏതാണ്, ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. കറക്റ്റ് അല്ലേ? ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് വാട്ടറിന്റെ ഇടയിലുള്ള ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. വേറാസ് CH3CO CH3ന്റെ ഇടയിലുള്ള എന്താണ്, വെറും ഡൈപോൾ ഇന്ററാക്ഷൻ ആണ്. അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ളത് ഒരു വാണ്ടർ വാൾസ് വീക്ക് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ഇവർക്കിടയിലുള്ളത്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ΔH എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ΔH ഓഫ് അസറ്റോൺ. അതാ പറഞ്ഞത്, ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷന്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ΔHന്റെ വാല്യൂ മാറും. ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻ സ്ട്രോങ്ങർ ആണെങ്കിൽ ΔH കുറച്ചും കൂടെ കൂടുതലായിരിക്കും എന്ന് നമുക്ക് പറയാം. അതായത് ΔH ഓഫ് വാട്ടർ വിൽ ബി ഗ്രേറ്റർ ദാൻ ΔH ഓഫ് അസറ്റോൺ നമുക്ക് പറയാനായിട്ട് കഴിയും. അതാണ് ഞാൻ ഈ ടേബിളിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ വാട്ടറിനെ ഞാനിവിടെ എടുക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ വാട്ടറിന് എടുക്കുകയാണ്. വാട്ടറിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കൂ, 6ഉം 40യുമാണ്. അതേപോലെ നിങ്ങൾ അസറ്റോൺ എടുത്ത് നോക്കൂ, 5.72 ആൻഡ് 29 ആണ് നമുക്കുള്ളത്. അതാണ് എന്ത്, ഇവരുടെ എന്തിൽ ഡിഫറൻസ് ഉണ്ട്, ഇവരുടെ ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസിൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നെക്സ്റ്റ് വൺ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഞാനിപ്പോൾ മീഥെയിൻ ഉണ്ടാക്കുകയാണെങ്കിൽ 1 മോൾ മീഥെയിനെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ റെഫറൻസ് സ്റ്റേറ്റിൽ നിന്നും ഉണ്ടാക്കാനായിട്ട് ആ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ റിലീസ് ആവാം, അബ്സോർപ്ഷൻ ആവാം, നടക്കുന്നുണ്ട്. അതിനെ ഞാൻ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കും. അത് 2 മോൾ മീഥെയിൻ ഉണ്ടാക്കാനുള്ളതല്ല, വേറെ ഏതെങ്കിലും റിയാക്ഷൻ്റെ ഭാഗമായിട്ട് മീഥെയിൻ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ഓഫ് എൻതാൽപ്പി ചേഞ്ച് അല്ല. അതിനായിട്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ റെഫറൻസ് സ്റ്റേറ്റിൽ നിന്നും, അതായത് കാർബൺ ഇപ്പം ഞാൻ എടുക്കുകയാണെങ്കിൽ കാർബണിന്റെ റെഫറൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫൈറ്റ് ആണ്, ഡയമണ്ട് അല്ല. ഓക്കെ, സോ കാർബൺ ഗ്രാഫൈറ്റിനെ ഞാൻ 2 മോളിക്യൂൾ ഹൈഡ്രജന്റെ എന്താ പറയുക റെഫറൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ H2 ഗ്യാസ് ആണ്. ഓക്കെ, അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, CH4 ഉണ്ടാക്കുകയാണ്. ഇതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എൻതാൽപ്പിനെ. ഓക്കെ, നമുക്ക് ബൈ സെന്റൻസ് നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഫോർ ദ ഫോർമേഷൻ ഓഫ് 1 മോൾ ഓഫ് എ കോമ്പൗണ്ട് ഫ്രം ഇറ്റ്സ് എലമെന്റ്സ് ഇൻ ദെയർ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് അഗ്രിഗേഷൻ ഇസ് നോൺ ആസ് ദെയർ സ്റ്റാൻഡേർഡ് മോളാർ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ആൻഡ് അതിന്റെ സിമ്പിൾ വരുന്നത് ΔFH0 എന്നുള്ളതായിരിക്കും. ഓക്കെ, ക്ലിയർ? നോ ഡൗട്ട്സ്? യെസ്. അപ്പോൾ അതാണ് എന്ത്, നമ്മുടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഫോർ എ ഫോർമേഷൻ ഓഫ് എന്താ പറയുക നമ്മുടെ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അവരുടെ റെഫറൻസ് സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു നമ്മുടെ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറിലും 1 ബാറിലും അവർ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ഏത് സ്റ്റേറ്റിലാണ്. സൾഫർ നോക്കുകയാണെങ്കിൽ നമ്മുടെ റോംബിക് സൾഫർ ആണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഹൈഡ്രജൻ ആണെങ്കിൽ H2 ഗ്യാസ് ആണ്. ഓക്സിജൻ ആണെങ്കിൽ O2 ഗ്യാസ് ആണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള അവരുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, H2O ഉണ്ടാക്കുന്നത് ഒരു ഹൈഡ്രജനും ഹാഫ് ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ്. നമ്മുടെ CH4 ഉണ്ടാകുന്നത് കാർബൺ ഗ്രാഫൈറ്റും 2H2ഉം കൂടെ റിയാക്ട് ചെയ്തിട്ടാണ്. ഇതെല്ലാം എന്താണ്, അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. പക്ഷെ നിങ്ങൾ നെക്സ്റ്റ് വൺ നോക്കൂ, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യാണ്, കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യാണ്. ഇത് അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണോ? 1 മോൾ കാൽഷ്യം കാർബണേറ്റ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. പക്ഷേ ഇവരുണ്ടാവുന്നത് എന്തെന്നാണ്, വേറെ കോമ്പൗണ്ട്സ് റിയാക്ട് ചെയ്തിട്ടാണ് ഉണ്ടായത്. നമുക്ക് അങ്ങനെയാണോ വേണ്ടത്? അല്ല. ഒരു കാൽഷ്യം, ഒരു കാർബണും 3 ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടണം, കാൽഷ്യം കാർബണേറ്റ് കിട്ടണം. അതിനെ നമ്മൾ എന്ത് വിളിക്കൂ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കൂ. ഇതിനെ നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. മറിച്ച് നമുക്ക് ഇതിനെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് മാത്രമേ നമുക്ക് വിളിക്കാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു റിയാക്ഷൻ ഉണ്ട്. ഇവിടെ H2Br2 അവരുടെ മോളിക്കുലർ സ്റ്റേറ്റ് തന്നെയാണുള്ളത്, സ്റ്റേബിൾ സ്റ്റേറ്റ് എന്നാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിനെയും നമുക്ക് അതിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം 2 മോൾ HBr ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നമുക്ക് 1 മോൾ HBr പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ പറയുന്നത്. സോ ഇതും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ല, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് പറയാം എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണിത്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ആർ എച്ച് നോട്ട് ഈക്വൽ ടു ഡെൽറ്റ എഫ് എച്ച് ഓഫ് കാൽഷ്യം ഓക്സൈഡ് പ്ലസ് ഡെൽറ്റ എച്ച് എഫ് ഓഫ് കാർബൺ ഡയോക്സൈഡ് മൈനസ് ഡെൽറ്റ എഫ് എച്ച് ഓഫ് കാൽഷ്യം കാർബണേറ്റ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ കാണാൻ നമുക്കറിയാം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ് ചെയ്താൽ മതി. സോ ഇവിടുത്തെ പ്രോഡക്ട്സ് ആരൊക്കെയാണ്? കാൽഷ്യം ഓക്സൈഡ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡെൽറ്റ ആർ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എഫ് ഫോർമേഷൻ ഓഫ് കാൽഷ്യം ഓക്സൈഡ് വിച്ച് ഈസ് മൈനസ് 635.09 kilojoule പ്ലസ് എന്താണ് കാർബൺ ഡയോക്സൈഡിന്റെ വാല്യൂ വിച്ച് ഇസ് മൈനസ് 393.51 മൈനസ് കാൽഷ്യം കാർബണേറ്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വിച്ച് ഈസ് മൈനസ് 1206 എന്ന് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ 1206 എന്ന് നമുക്ക് കിട്ടും. 0.92 ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് വൺ നമുക്ക് എഗെയിൻ എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ ഒരു റിയാക്ഷൻ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് 2 into സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ. കാരണം നമുക്കറിയാം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ വാട്ടർ ഉണ്ടാക്കേണ്ട റിയാക്ഷൻ ആണ്. ഇവിടെ 2 മോൾ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ 2 into എന്ന് എഴുതണം. മൈനസ് എന്താണ്? മൈനസ് എന്താ വരുന്നത്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 പ്ലസ് 2 into സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സിജൻ. ക്ലിയർ അല്ലേ? ഞാൻ ഇവിടെ ഓൾ മൈനസ് ഇട്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്ലസ് ഇടാനായിട്ടുള്ള കാരണം. ഓക്കെ, എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ വാല്യൂ എത്രയാണ്? സെക്കൻഡ് വാല്യൂ ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ദാറ്റ് മീൻസ് മൈനസ് 393.5 ആണ് വരുന്നുണ്ടായിരിക്കുക. സോ മൈനസ് 393.5 പ്ലസ് വാട്ടറിന് എത്രയാണ് തന്നിട്ടുള്ളത്? മൈനസ് 285. സോ 2 into മൈനസ് 285.8 മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 എത്രയാണ്? മൈനസ് 74.81 പ്ലസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസിന്റെ O2 ആയിക്കോട്ടെ, H2 ആയിക്കോട്ടെ, കാർബൺ ഗ്രാഫൈറ്റ് ആയിക്കോട്ടെ, ഇവരുടെ എല്ലാത്തിന്റെയും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എത്രയായിട്ടാണ്? 0 ആയിട്ടാണ്. സോ നമുക്ക് എന്ത് കിട്ടും? 2 into 0 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ആ ഒരു അവരുടെ റെഫറൻസ് സ്റ്റേറ്റിന്റെ തന്നെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0. ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് തെർമോകെമിക്കൽ ഇക്വേഷൻ? എന്താണ് തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ നമ്മൾ പറയുന്ന സമയത്ത് അതിന്റെ കൂടെ ആ ഇക്വേഷന്റെ എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഇക്വേഷൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമോകെമിക്കൽ ഇക്വേഷൻ. ഒന്നുമില്ല, ഒരു റിയാക്ഷൻ പറയുന്നു, അതിന്റെ കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള എൻതാൽപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, പോയിന്റ്സ് ടു റിമെമ്പർ. അതായത് ഒരു തെർമോകെമിക്കൽ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ അതിന്റെ കോഎഫിഷ്യൻസിനെ കുറിച്ച് നമ്മൾ ബോധം ഉണ്ടായിരിക്കണം. അതായത് 2 ഉണ്ടെങ്കിൽ ഇതിന് നമ്മൾ 2 into എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഒക്കെ ചെയ്തിട്ടാണ് നമുക്കത് കിട്ടുന്നത് എന്നുള്ള ഒരു കാര്യം ജസ്റ്റ് അവർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യെസ്, നമ്പർ ഓഫ് മോൾസ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ഡെൽറ്റ ആർച്ചിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു റിയാക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ റിയാക്ഷൻ എനിക്കറിയാം അതിന്റെ ഡെൽറ്റ എച്ച് എന്താണ്? മൈനസ് 33.3 ആണ്. ഈ സെയിം റിയാക്ഷൻ ഞാൻ എഴുതുകയാണ് 2Fe plus 3H2
gives Fe2O3 plus 3H2. ഞാൻ എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡെൽറ്റ ആർ എച്ച് വരുന്നുണ്ടായിരിക്കും ഒബ്വിയസ്ലി -33.3 എന്നായിരിക്കും. ദാറ്റ് മീൻസ് +33.3 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കുക. സൈൻ എന്താവും? റിവേഴ്സ് ആവും. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്തായിരിക്കും? +33.3 ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഈ ഒരു റിയാക്ഷനെ എല്ലാത്തിനെയും ഞാൻ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഡെൽറ്റ ആർ എച്ചിനെയും ഞാൻ എന്ത് ചെയ്യണം? ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായി. ഈ റിയാക്ഷൻ ഞാൻ ഇവിടെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇതിന്റെ തൊട്ട് ഹാഫ് വാല്യൂ ആണ് എനിക്ക് എന്ത് ചെയ്യുക? ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. ദാറ്റ് മീൻസ് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. എ എന്ന് പറയുന്ന ആൾ ബി ആയിട്ട് മാറുകയാണ്. ഒന്നുകിൽ അത് ഒരൊറ്റ സ്റ്റെപ്പ് നടക്കാം, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഇതാദ്യം സി ആവുന്നു, സി ഡി ആവുന്നു, ദെൻ ഡി ബി ആവുന്നു. സോ ആദ്യം എ സി ആവുന്ന റിയാക്ഷനെ ഞാൻ ഡെൽറ്റ ആർ എച്ച് 1 എന്ന് വിളിക്കുകയാണ്. സി ഡി ആവുന്ന റിയാക്ഷനെ ഞാൻ ഡെൽറ്റ ആർ എച്ച് 2 എന്ന് വിളിക്കുകയാണ്. ഡി ബി ആവുന്ന ഞാൻ ഡെൽറ്റ ആർ എച്ച് 3 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷന് ഞാൻ എത്ര കൊടുക്കുന്നുണ്ടോ അത് തന്നെയായിരിക്കും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. സോ എനിക്ക് എഴുതാം ഡെൽറ്റ ആർ എച്ച് ഈക്വൽ ടു ഡെൽറ്റ ആർ എച്ച് 1 പ്ലസ് ഡെൽറ്റ ആർ എച്ച് 2 പ്ലസ് ഡെൽറ്റ ആർ എച്ച് 3. ഒരു റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിലും മൾട്ടി സ്റ്റെപ്പിലും നടന്നാലും അവിടെയുള്ള ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ അല്ലെ? ഇതാണ് എന്ത്? ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്ന് പറയുന്നത്. Okay, if a reaction takes place in several steps, then its standard enthalpy reaction is the sum of standard enthalpies of the intermediate reactions to which the overall reaction can be divided. Clear alle? Easy ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. കാർബൺ ഗ്രാഫൈറ്റ് ഹാഫ് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ അവർ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ്, ഇതിന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ് നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ് നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കാം? യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ഡെൽറ്റ ആർ എച്ച് ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ വിച്ച് ഇസ് വെരി ഈസി. നമുക്ക് തന്നിട്ടുണ്ട് കാർബൺ ഗ്രാഫൈറ്റ് പ്ലസ് ഓക്സിജൻ ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. അതിൻ്റെ ഡെൽറ്റ ആർ എച്ച് എന്ന് പറയുന്നത് -393.5 കിലോ ജൂൾ പെർ മോൾ ആണ്. ദെൻ അഗെയിൻ കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹാഫ് O2 ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. അതിൻ്റെ ഡെൽറ്റ ആർ എച്ച് എന്ന് പറയുന്നത് -283.0 കിലോ ജൂൾ പെർ മോൾ ആണ് എന്നുള്ള കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ആരെയാണ്? നമ്മുടെ റിയാക്റ്റൻ സൈഡിലുള്ള ആള് കാർബൺ ഗ്രാഫൈറ്റും ഓക്സിജനും, പ്രോഡക്റ്റിന്റെ സൈഡിലുള്ള ആൾ ആരുമാണ്? കാർബൺ മോണോക്സൈഡും ആണ്. അതായത് നമുക്ക് വേണ്ട റിയാക്റ്റന്റ് ഇവിടെ ഉണ്ട്, പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഈ റിയാക്ഷൻ എന്ത് ചെയ്യണം? സെക്കൻഡ് റിയാക്ഷനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. കറക്റ്റ് അല്ലേ? സോ റിവേഴ്സിങ് സെക്കൻഡ് റിയാക്ഷനെ ഞാൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എങ്ങനെ എഴുതാനായിട്ട് കഴിയും? കാർബൺ ഡൈ ഓക്സൈഡ് ഗിവ്സ് കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹാഫ് O2 ആൻഡ് അതിൻ്റെ ഡെൽറ്റ ആർ എച്ചിൻ്റെ വാല്യൂ വരും എത്രയാണ്? +283.0 കിലോ ജൂൾ പെർ മോൾ. നമുക്കറിയാം റിയാക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ആർ എച്ചിൻ്റെ സൈന് നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. സോ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ നമ്പർ 1 + 3 ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇക്വേഷൻ നമ്പർ 1 + 3 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? C + O2 + CO2. നമ്മൾ എല്ലാത്തിൻ്റെയും റിയാക്റ്റൻ സൈഡിന് ആദ്യം നമ്മൾ എഴുതണം. സോ കാർബൺ ഗ്രാഫൈറ്റ് പ്ലസ് O2 പ്ലസ് CO2 ഗിവ്സ് എല്ലാത്തിൻ്റെയും റിയാക്റ്റൻ സൈഡ് എഴുതണം. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹാഫ് O2. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഡെൽറ്റ ആർ എച്ച് എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അതായത് ഞാൻ ഡെൽറ്റ ആർ എച്ച് 1 പ്ലസ് ഡെൽറ്റ ആർ എച്ച് 3 ഞാൻ കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? കാരണം ഞാൻ ഈ രണ്ട് റിയാക്ഷനും കൂടെ
ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് O2 ഉണ്ട്, ഇവിടെ നമുക്ക് ഹാഫ് O2 ഉണ്ട്, ഇവിടെ നമുക്ക് എന്തുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇത് രണ്ടേ ഞാൻ എന്ത് ചെയ്തു, കളഞ്ഞു. ഇനി ഈ O2 ഇവിടെ ഹാഫ് O2 ആയതുകൊണ്ട് ഈ ഹാഫ് O2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 1O2 മൈനസ് ഹാഫ് O2 വിച്ച് ഇസ് ഹാഫ് O2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കാർബൺ ഗ്രാഫൈറ്റ് പ്ലസ് ഹാഫ് O2 ഗിവ്സ് കാർബൺ മോണോക്സൈഡ്. അതാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, മൈനസ്, സോ ഡെൽറ്റ RH എന്ന് പറയുന്നത് മൈനസ് 393.5, അതാണ് ഇവിടെ 1-ൻ്റെത്. 3-ൻ്റെ എത്രയാണ്, പ്ലസ് 283.0 പ്ലസ് 283.0 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് മച്ച് കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നുണ്ടായിരിക്കുക. സോ ദി ആൻസർ വിൽ ബി 110 ആയിരിക്കും, അല്ലെങ്കിൽ 105.5 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡെൽറ്റ RH ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഓക്കെ, സോ റിയാക്ഷൻ എൻതാൽപ്പീസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസിൻ്റെ എൻതാൽപ്പീസ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ കമ്പസ്റ്റൻ, ഇങ്ങനത്തെ ഓരോ റിയാക്ഷന്. സോ ഫസ്റ്റ് പറയുന്നത് കമ്പസ്റ്റൻ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം കമ്പസ്റ്റൻ റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ അതെല്ലാം എക്സോതെർമിക് റിയാക്ഷൻസ് ആണ്. ആ കമ്പസ്റ്റൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവർ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ് അല്ലേ. സോ ദി എൻതാൽപ്പി ചേഞ്ച് പെർ മോൾ ഓഫ് എ സബ്സ്റ്റൻസ് വെൻ ഇറ്റ് അണ്ടർഗോസ് കമ്പസ്റ്റൻ, അതായത് ഒരു മോൾ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് കമ്പസ്റ്റൻ അണ്ടർഗോ ചെയ്യുന്ന സമയത്ത് അവർ എത്ര എമൗണ്ട് ഓഫ് എനർജിനെ റിലീസ് ചെയ്യുന്നുണ്ടോ അതാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ഇത് നടക്കുന്ന സമയത്ത് അതെല്ലായ്പ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്, അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണെന്നുള്ള കാര്യം. ആൻഡ് ഇക്വേഷൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, CXHY ഹൈഡ്രോ കാർബണിന്റെ ചോദിക്കുകയാണെങ്കിൽ X പ്ലസ് Y/4 O2 ഗിവ്സ് XCO2 പ്ലസ് എന്താണ് Y/2 H2O എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ? യെസ്. സോ ഇറ്റ് ഈസ് എ എൻതാൽപ്പി ചേഞ്ച് ഓൺ ബ്രേക്കിംഗ് 1 മോൾ ഓഫ് എ ബോണ്ട്. എന്താണ് അടുത്തത് പറയുന്നത്, എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. എന്താണ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നിങ്ങൾക്ക് കാണാം H2 ഗ്യാസ്, അതായത് H2 മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലേ. സോ ഈ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് മാറ്റുകയാണ്, 2 ഹൈഡ്രജൻ ഗ്യാസ് ആറ്റംസ് ആക്കി ഇതിനെ മാറ്റുകയാണ്. ക്ലിയർ അല്ലേ? അപ്പം ഒരു മോള് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ കംപ്ലീറ്റ്ലി അവരുടെ ആറ്റംസ് ആക്കി മാറ്റുന്ന അതിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എൻതാൽപ്പിനെ നമുക്ക് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് വിളിക്കാനായിട്ട് കഴിയും. ഈ ഹൈഡ്രജൻ പോലുള്ള ഡയറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ അതെന്തിന് ഈക്വൽ ആയിരിക്കും, അവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിക്ക് ഈക്വൽ ആയിരിക്കും അവരുടെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറയുന്നത് എന്ന് നമുക്ക് പറയാം. അതുപോലെ സോഡിയം പോലുള്ള ആളുകളാണെങ്കിൽ സോഡിയം ഓൾറെഡി അറ്റോമിക് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ ഏത് സ്റ്റേറ്റിലാണ്, സോളിഡ് സ്റ്റേറ്റിലാണ്. നമുക്ക് ഗേഷ്യസ് ആറ്റംസ് ആക്കി മാറ്റണം, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഗേഷ്യസ് ഫേസിലുള്ള ആറ്റംസ് ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ സോളിഡ് സ്റ്റേറ്റിലുള്ള സോഡിയം ആറ്റത്തിനെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് ആക്കി മാറ്റണം. അപ്പോൾ അതെന്തായി, ആറ്റം ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ആയിട്ട് മാറി. അതിന് നമ്മളിവിടെ എന്താ കൊടുക്കുന്നത്, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. ഈ കേസിൽ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്, എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, ഡൗട്ട് ഇല്ലല്ലോ? യെസ്. നെക്സ്റ്റ് വൺ, ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പിയിൽ നമുക്കുള്ളതാണ് ദാറ്റ്സ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് എ ബോണ്ട്, അല്ലെങ്കിൽ എനർജി റിലീസ്ഡ് വെൻ എ ബോണ്ട് ഇസ് ഫോം. നമുക്കറിയാം എപ്പോഴും ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, എനർജി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എനർജി അങ്ങോട്ട് കൊടുക്കുകയാണ് വേണ്ടത്. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ നമുക്കുള്ളത് 2 ടൈപ്പ് ഓഫ് ബോണ്ട് എൻതാൽപ്പിയാണ്. വൺ ഇസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആൻഡ് ദി അതർ വൺ ഇസ് മീൻ ബോണ്ട് എൻതാൽപ്പി. എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്, എന്താണ് ആ 2 ആളുകളും എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫോർ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ H2നെ ഞാൻ എന്താക്കും, Hഉം ഈ ബോണ്ടിനെ ഞാൻ ബ്രേക്ക് ചെയ്യും. ഈ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ ഞാൻ ഒന്നും നോക്കണ്ട, ദിസ് ഇസ് വാട്ട് ഈസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ ഓഫ് എ കോവാലന്റ് ബോണ്ടിനെ അതിന്റെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്കുള്ള മോളിക്യൂൾസ് ആറ്റംസ് ആക്കി മാറ്റുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ആ എമൗണ്ട് ഓഫ് എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഇനി ഒരു പോളി അറ്റോമിക്, ഇത് ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ കേസാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു പോളി അറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ, പോളിഅറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ മീഥെയിൻ എടുക്കുകയാണ്. മീഥെയിൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ഓരോ കാർബൺ ഹൈഡ്രജൻ ബോണ്ടും എന്താണ്, സിമിലർ ആണ് അല്ലേ. സോ ഇനി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും
ഇതും എന്ത് ചെയ്യണം, എനിക്ക് ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് കാർബൺ പ്ലസ് 4 ഹൈഡ്രജൻ ആറ്റംസ് ആക്കി ഇതിനെ മാറ്റണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ടിന്റെ സ്ട്രെങ്ത് നോക്കിയിട്ട് അതിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി ഇൻറ്റു 4 നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം ഈ ഓരോന്നിനും നമ്മൾ കൊടുക്കേണ്ട amount ഓഫ് എനർജി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് CH3യും H ആക്കി മാറ്റും. എഗെയിൻ നമ്മൾ ഈ CH3 എന്നൊരു ബോണ്ട് കൂടെ ബ്രേക്ക് ചെയ്തിട്ട് അതിനെ CH2H ആക്കി മാറ്റും. അങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഡിഫറെന്റ് amount ഓഫ് എനർജീസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ആരെങ്കിലും നമ്മളോട് കാർബൺ ആൻഡ് ഹൈഡ്രജന്റെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി ഇൻ മീഥെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ ആയി പറയാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് 4 ഡിഫറെന്റ് വാല്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. ആ സമയത്ത് നമ്മൾ എന്തെടുക്കും, ഈ 4 വാല്യൂസിന്റെയും കൂടെ മീൻ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അവിടെയാണ് നമ്മൾ മീൻ ബോണ്ട് എന്താൽപിന്റെ കാര്യം വരുന്നത്. മീൻ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആവറേജ് നമ്മൾ എടുക്കുന്ന പോലെ എല്ലാത്തിനും നമ്മൾ ആഡ് ചെയ്യുന്നു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണ്? അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 416 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടി. ഇവിടെ 427, ഇവിടെ 431, 452, 347 ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മീൻ എടുത്തപ്പോൾ നമുക്ക് ഒരു വാല്യൂ മാത്രം കിട്ടി, വിച്ച് ഇസ് 416 കിലോ ജൂൾ പെർ മോൾ. അപ്പൊ നമ്മൾ ആരെയും ചോദിച്ചാൽ ഇതിന്റെ എന്താ പറയാ, മീൻ ബോണ്ട് എന്താൽപ്പിയാണ് പറയാ. ഡയറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി, ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി പറഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ. അപ്പോ ഈ ബോണ്ട് എന്താൽപിന്റെ ബേസിസിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡെൽറ്റ ആർ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻസ് ചെയ്താൽ മതി എന്നുള്ള കാര്യം. ഇനി ഇതേ എന്താൽപി ഓഫ് റിയാക്ഷൻ നമ്മൾ ബോണ്ട് എന്താൽപിന്റെ ഫോമിൽ പറയുമ്പോൾ ബോണ്ട് എന്താൽപി ഓഫ് റിയാക്ടൻസ് മൈനസ് ബോണ്ട് എന്താൽപി ഓഫ് പ്രോഡക്ട്സ് എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റിയാക്ടൻസ് മൈനസ് പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഇവിടെ പ്രോഡക്റ്റ് മൈനസ് റിയാക്ടൻസ് ആയിരുന്നു എന്താൽപി ഓഫ് ഫോർമേഷൻ ആണെങ്കിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? നോ ഡൗട്ട്സ്? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റിയ എന്താൽപി ഓഫ് സൊല്യൂഷൻ. എന്താൽപി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം, ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട്. എനിക്കൊരു സോൾവെന്റ് ഉണ്ട്, എ ആണ് അതിന്റെ പേര്. സൊല്യൂട്ട് ഉണ്ട്, ബി ആണ് അതിന്റെ പേര്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണല്ലോ സൊല്യൂഷൻ ഉണ്ടാവുന്നത്. ഈ എ എന്ന് പറയുന്ന സോൾവെന്റിൽ എന്തുണ്ട്, എകൾ തമ്മിൽ എന്തുണ്ട്, ഇന്ററാക്ഷൻ ഉണ്ട്. ബി എന്ന് പറയുന്ന സൊല്യൂട്ടിൽ എന്തുണ്ട്, ബികൾ തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്. നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടി ഒരു സൊല്യൂഷൻ ആക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഈ എകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ബ്രേക്ക് ആവും, ബികൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ബ്രേക്ക് ആവും. എന്നിട്ട് അവിടെ പുതിയ ഇന്ററാക്ഷൻ ആയിട്ടുള്ള എ ബി എന്ന് പറഞ്ഞിട്ട് അവിടെ പുതിയ ഇന്ററാക്ഷൻ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇങ്ങനെ ഇവിടെ ഒരു പുതിയ എന്താ പറയാ, പുതിയൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുതിയൊരു ബന്ധമാണ് അവിടെ ഉണ്ടാവുന്നത്. കറക്റ്റ്? യെസ്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. സോ എന്താൽപി ഓഫ് സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ എന്താൽപി ചേഞ്ച് വെൻ 1 മോൾ ഡിസോൾവ്സ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിൽ. ഒരു മോൾ സൊല്യൂട്ട് ഡിസോൾവ് ആവുന്ന സമയത്ത് അവിടെ എത്ര എന്താൽപി ചേഞ്ച് നടക്കുന്നുണ്ടോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താൽപി ഓഫ് സൊല്യൂഷൻ എന്നുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇങ്ങനെ ഡിസൊല്യൂഷൻ നടക്കുന്നത് അല്ലെങ്കിൽ സൊല്യൂഷനിലേക്കായി മാറുന്നത് ഒരു അയോണിക് കോമ്പൗണ്ട് ആണെങ്കിൽ, അയോണിക് കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അവർ മോസ്റ്റ്ലി സോളിഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അയോണിക് കോമ്പൗണ്ട്സ് എല്ലാവരും നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അയോണിക് മോളിക്യൂൾസ് പൊതുവെ സോളിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടായിരിക്കുക. സോളിഡ് സ്റ്റേറ്റിൽ തന്നെ അവർ ക്രിസ്റ്റലൈൻ ഫോമിൽ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ നല്ല അച്ചടക്കത്തിൽ ഇങ്ങനെയായിരിക്കും അവർ നിൽക്കുന്നുണ്ടായിരിക്കുക. സോ നമ്മുടെ ബി എന്ന് പറയുന്ന ആള് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. എന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ബീന്റെ ഇടയിലുള്ള ബോണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇളക്കി മാറ്റുന്നത്. ഇങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട amount ഓഫ് എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ലാറ്റിസ് എന്താൽപി. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത്, ക്രിസ്റ്റൽ ലാറ്റിസ്. ആ ക്രിസ്റ്റൽ ലാറ്റിസ് നമ്മൾ എന്ത് ചെയ്യാണ്, പൊളിക്കാണ് അല്ലെ. സോ അപ്പോൾ അതിനു വേണ്ടി നമുക്ക് നമുക്ക് എന്താ പറയാ ആവശ്യമായിട്ടുള്ള amount ഓഫ് എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ലാറ്റിസ് എന്താൽപി. ഓക്കെ, സോളിഡ് ആയിട്ടുള്ള ഒരു അയോണിക് സോളിഡിനെ നമ്മൾ അതിന്റെ ഗേഷ്യസ് അയോൺസ് ആക്കി മാറ്റുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിത് NaCl സോളിഡിനെ എടുത്തിട്ട് Na+ ഗ്യാസും Cl- ഗ്യാസും ആക്കി മാറ്റുക. ഇതിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എന്താൽപ്പിയാണ് എന്ത്, ലാറ്റിസ് എന്താൽപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവരെന്തായി, ഗേഷ്യസ് ആയിട്ടുള്ള അയോൺസ് ആയിട്ട് മാറി. പക്ഷെ നമുക്കത് മതിയോ, സൊല്യൂഷനിലേക്ക് ഇട്ട് ഇപ്പൊ ഞാൻ വാട്ടറിലേക്കാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഇവരെന്താവണം, Na+
അക്വസ് ആയിട്ട് മാറണം, അല്ലെങ്കിൽ അത് സോൾവേഷൻ അവിടെ നടക്കണം. ആ എൻതാൽപ്പിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? എൻതാൽപ്പി ഓഫ് സോൾവേഷൻ, അല്ലെങ്കിൽ വാട്ടർ ആണെങ്കിൽ അതിനെ നമുക്ക് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ എന്ന് വിളിക്കാം. ദാറ്റ് മീൻസ് നമുക്ക് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് സൊല്യൂഷൻ എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെയൊക്കെ വിളിക്കാം? ഡെൽറ്റ എച്ച് ലാറ്റിസ് എൻതാൽപ്പി പ്ലസ് ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ലാറ്റിസ് ആദ്യം നമ്മൾ മുറിക്കുന്നു, ദെൻ അതിന് ഹൈഡ്രേഷൻ സംഭവിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഏതെങ്കിലും ഒരു അയോണിന്റെ ലാറ്റിസ് എൻതാൽപ്പി വളരെ ഹൈ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. ആ സമയത്ത് അവർ എന്താവില്ല? സോല്യൂബിൾ ആവില്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, ക്ലിയർ? അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ABS എന്ന് പറയുന്ന സോളിഡ് ഉണ്ട്. ആ സോളിഡിന് ലാറ്റിസ് എൻതാൽപ്പി കൊടുത്ത സമയത്ത് A+ ഗ്യാസും B- ഗ്യാസും ആയിട്ട് മാറി. ഇനി ഇതിനെ ഹൈഡ്രേഷൻ നടന്നിട്ട് ഇതിനെ എന്താക്കി മാറ്റി? അക്വസ് അയോൺസ് ആക്കി നമ്മൾ മാറ്റി. ഇപ്പോഴാണ് നമ്മൾ ഇതിനെ സോല്യൂബിൾ ആയി എന്ന് പറയുള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് സൊല്യൂഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഹെസ്സസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലാറ്റിസ് എൻതാൽപ്പി പ്ലസ് ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓരോ അയോണിക് സോളിഡ്സിന്റെ കേസിലും നമ്മൾ എപ്പോഴും എന്താണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കുക ചെയ്യേണ്ടത്, കാരണം ആ ബോണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ എച്ച് സൊല്യൂഷൻ വിൽ ബി പോസിറ്റീവ് ഫോർ ഓൾ അയോണിക് സോളിഡ്സിന്റെ കേസിൽ, മോസ്റ്റ് ഓഫ് ദ അയോണിക് സോളിഡ്സിന്റെ കേസിലും ഡെൽറ്റ എച്ച് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി എങ്ങാനും ഡെൽറ്റ എച്ച് ലാറ്റിസ് വളരെ വലിയതായി കഴിഞ്ഞാൽ ആ ഒരു സോളിഡ് ഒരിക്കലും എന്താവില്ല? സോല്യൂബിൾ ആവില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ? സോ ഇതാണ് എന്ത്? എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കുള്ളതാണ് ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി എന്താണെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിന് നമ്മൾ എനർജി കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് കോൾഡ് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഡെൽറ്റ എച്ച് എപ്പോഴും പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഈ ലാറ്റിസ് എൻതാൽപ്പിനെ നമുക്ക് ഒരിക്കലും ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ലാറ്റിസ് എൻതാൽപ്പിനെ കണ്ടുപിടിക്കാറുള്ളത്. ദാറ്റ് ഇസ് ബോൺ ഹേബർ സൈക്കിൾ. എന്താ നമ്മൾ അതിനെ വിളിക്കുക? ബോൺ ഹേബർ സൈക്കിൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു സൈക്കിളിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സം ഓഫ് എൻതാൽപ്പി ചേഞ്ച് റൗണ്ട് എ സൈക്കിൾ ഈസ് 0. എന്താണ്? ആ സൈക്കിളിന്റെ ചുറ്റും, നമ്മൾ അതിന്റെ ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സൈക്കിൾ കാണുന്ന സമയത്ത് ഇവിടെയുള്ള എല്ലാ എൻതാൽപ്പീസിന്റെയും സമ്മ് എന്താണ്? 0 ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾ നോക്കുക, ഒരേ ഡയറക്ഷനിൽ പോണത് നമ്മുടെ സബ്ലിമേഷൻ ഉണ്ട്, അയോണൈസേഷൻ ഉണ്ട്, ഹാഫ് ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ ഉണ്ട്, ഇലക്ട്രോൺ ഗെയിൻ ഉണ്ട്, ലാറ്റിസ് ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ പോകുന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഉണ്ട്. കറക്റ്റ് അല്ലേ? ഇത് ഇങ്ങോട്ടായിരുന്നു, മേലോട്ടായിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷേ ഇതെന്താണ്? ഇങ്ങോട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് സൈഡിലായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. സോ ഇതെല്ലാത്തിനെയും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇതെങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അതായത് ഒന്നുമില്ല, നമുക്ക് ആദ്യം എന്തുണ്ട്? സോഡിയം സോളിഡ് ഉണ്ട്, ഹാഫ് Cl2 ഉണ്ട്. നമുക്ക് NaCl ആണ് ഉണ്ടാക്കേണ്ടത്. NaCl ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്ക് Na+ ഗ്യാസും Cl- ഗ്യാസുമാക്കി മാറ്റണം. സോ ഇവിടെ എനിക്ക് സോളിഡ് ആയിട്ടുള്ളത്, അതിന് ഞാൻ ആദ്യം ആരാക്കി മാറ്റും? Na ഗ്യാസ് ആക്കി മാറ്റും. എന്നിട്ട് അതിനെ ഞാൻ Na+ ഗ്യാസ് ആക്കി മാറ്റും. ആദ്യം Na സോളിഡിനെ Na ഗ്യാസ് ആക്കാൻ ഞാൻ എന്ത് കൊടുക്കണം? സബ്ലിമേഷൻ എൻതാൽപ്പി കൊടുക്കണം. എന്നിട്ട് ഈ എന്നെ ഞാൻ Na+ ആക്കി മാറ്റാൻ ഞാൻ ആരെ കൊടുക്കണം? അയോണൈസേഷൻ എൻതാൽപ്പി ഞാൻ കൊടുക്കണം. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ എനിക്ക് Na+ ഉണ്ടായി കഴിഞ്ഞു. ഇനി എനിക്ക് Cl- ആണ് ഉണ്ടാവേണ്ടത്. എനിക്കിവിടെ ഹാഫ് Cl2 ഉണ്ട്. അപ്പൊ ഞാൻ ഹാഫ് ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കൊടുത്തിട്ട് അതിനെ ക്ലോറിൻ ഗ്യാസ് ആക്കി മാറ്റി. ക്ലോറിൻ ഗ്യാസിനെ ഞാൻ Cl- ആക്കണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൊടുക്കണം. അപ്പൊ എനിക്ക് Na+ഉം Cl- കിട്ടി. എന്നിട്ട് നമുക്ക് എന്തുണ്ടാവും? NaCl സോളിഡ് ഉണ്ടാവും. അതിനെ ആ ഒരു എമൗണ്ട് ഓഫ് എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ലാറ്റിസ് എൻതാൽപ്പി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ പ്ലസ് അയോണൈസേഷൻ എൻതാൽപ്പി പ്ലസ് ഹാഫ് ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി പ്ലസ് എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പ്ലസ് ലാറ്റിസ് എൻതാൽപ്പി, യെസ്, മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഈക്വൽ ടു 0. അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ഡെൽറ്റ ലാറ്റിസ് എൻതാൽപ്പി ഇസ് ഈക്വൽ ടു
ഡെൽറ്റ ഫോർമേഷൻ ഓഫ് എൻതാൽപ്പി മൈനസ് ഓഫ് എന്താണ് ഈ എല്ലാ എൻതാൽപ്പീസിന്റെയും സമ്മ്, ഇത്രയും ആളുകളുടെ സമ്മ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? ലാറ്റിസ് എൻതാൽപ്പി കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ബാക്കി എല്ലാം നമുക്ക് അറിയുന്ന വാല്യൂസ് ആണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമുക്കറിയാം, സബ്ലിമേഷൻ അറിയാം, അയണൈസേഷൻ അറിയാം, ബോണ്ട് ഡിസോസിയേഷൻ അറിയാം, ഇലക്ട്രോൺ ഗെയിൻ അറിയാം. പക്ഷെ ലാറ്റിസ് എൻതാൽപ്പി മാത്രം നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത വാല്യൂ ആയിട്ടുള്ളതുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി എല്ലാ വാല്യൂസും കൂടെ വെച്ചിട്ട് ലാറ്റിസ് എൻതാൽപ്പി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഈ മെത്തേഡിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്? ബോൺ ഹേബർ സൈക്കിൾ എന്നുള്ളത്. ഈ സെയിം കാര്യം നമ്മൾ എന്താ പറയുക, നമ്മുടെ കെമിക്കൽ ബോണ്ടിങ്ങിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയുന്ന കാര്യമാണ് സ്പോണ്ടേനിറ്റി. ഒരു റിയാക്ഷന്റെ സ്പോണ്ടേനിറ്റി എന്താണ് എന്നുള്ള കാര്യം. സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു റിയാക്ഷൻ വേറൊരു എക്സ്റ്റേണൽ ഏജൻസിന്റെ ഹെൽപ്പ് ഒന്നും ഇല്ലാതെ നടക്കാനായിട്ടുള്ള കഴിവ് ആ റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഹാവിങ് എ പൊട്ടൻഷ്യൽ ടു പ്രൊസീഡ് വിത്തൗട്ട് ദി അസിസ്റ്റൻസ് ഓഫ് എക്സ്റ്റേണൽ ഏജൻസി. ഒരു എക്സ്റ്റേണൽ ഏജൻസിന്റെ അസിസ്റ്റൻസ് ഇല്ലാതെ ഒരു റിയാക്ഷൻ താനേ നടക്കാനുള്ള കഴിവ് ആ റിയാക്ഷൻ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിയാക്ഷൻ നമുക്ക് സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് എന്ന് വിളിക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? എ സ്പോണ്ടേനിയസ് പ്രോസസ് ഇസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഈ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇഫ് ഫോർവേഡ് റിയാക്ഷൻ ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻസി അവിടെ പോയാൽ മാത്രമേ അതെന്താവുള്ളൂ, തിരിച്ച് ബാക്ക്വേർഡ് സൈഡിലേക്ക് ആ റിയാക്ഷൻ വരുള്ളൂ. കാരണം ഫോർവേഡിലേക്ക് വരാനാണ് അത് കൂടുതലും ശ്രമിക്കുന്നത്. കാരണം അതിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഫോർവേഡ് റിയാക്ഷൻ നടത്താനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഓൾ നാച്ചുറൽ പ്രോസസ് ആർ സ്പോണ്ടേനിയസ് എന്ന് നമുക്ക് പറയാം. നാച്ചുറലി നടക്കുന്ന, അപ്പൊ ഐസ് ഉരുകി വെള്ളമാവുന്നത് പോലെ എല്ലാ നാച്ചുറൽ പ്രോസസ്സും എന്താണ്? സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. നിങ്ങളിപ്പോൾ വെള്ളത്തിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. വെള്ളം മേലെന്ന് താഴോട്ട് വരാൻ അതിന് നമ്മൾ എന്തെങ്കിലും ഏജൻസി അല്ലെങ്കിൽ എക്സ്റ്റേണൽ എയ്ഡിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ താഴെയുള്ള ഒരു വെള്ളത്തിനെ മേലോട്ട് കൊണ്ടുപോകാൻ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു മോട്ടർ നമ്മൾ കൊടുക്കണം. കറക്റ്റ് അല്ലേ? അതാണ് പറഞ്ഞത്. ഫോർവേഡ് റിയാക്ഷൻ എങ്ങനെ നടക്കും? എങ്ങനെയും നടക്കാം. പക്ഷെ അതിന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ എപ്പോഴും എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ എനർജിന്റെ ഹെൽപ്പോട് കൂടി നടക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി എന്താണ് സ്പോണ്ടേനിറ്റിന്റെ ഡ്രൈവിംഗ് ഫോഴ്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എല്ലാ എക്സോതെർമിക് റിയാക്ഷൻസും സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആണ്. കാരണം എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എനർജീനെ റിലീസ് ചെയ്യാണ്. അതായത് കൂടുതൽ എനർജി ഉള്ള ആൾ എന്ത് ചെയ്യും? എപ്പോഴും എനർജി റിലീസ് ചെയ്തിട്ട് റിയാക്ഷൻ നടത്തുക ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എനർജി റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ സ്റ്റേബിൾ ആവുക എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് അവർ അത് സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ നടക്കുന്ന ഒരു റിയാക്ഷൻ ആയിരിക്കും. വേറൊരു എക്സ്റ്റേണൽ ഏജൻസിന്റെ ആവശ്യം അവിടെ ഇല്ല. കാരണം അവർക്ക് എനർജി എന്താണ്? കൂടുതലാണ്. ആ എനർജി അവർക്ക് റിലീസ് ചെയ്ത് കളയാണ് വേണ്ടത്. സോ നമുക്ക് പറയാം എല്ലാ എക്സോതെർമിക് റിയാക്ഷൻസും എന്ത് റിയാക്ഷൻ ആണ്? ദേ ആർ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ്. ബിക്കോസ് എനർജി എന്ത് ചെയ്യാണ്? അവിടെ കുറയാണ്, സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാണ്. സോ നമുക്ക് ഒരു ഡ്രൈവിംഗ് ഫാക്ടർ ആയിട്ട് നമുക്ക് എക്സോതെർമിക് റിയാക്ഷൻസ് ആയാൽ അത് സ്പോണ്ടേനിയസ് ആണ് നമ്മൾ പറഞ്ഞു. കറക്റ്റ് അല്ലേ? പക്ഷേ ചില എൻഡോതെർമിക് റിയാക്ഷൻസും എന്താണ്? സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആയിട്ട് നടക്കുന്ന ചില എൻഡോതെർമിക് റിയാക്ഷൻസ് ഉണ്ട്. ലൈക്ക് ഫോർമേഷൻ ഓഫ് NO2 കാർബൺ ഡൈസൾഫൈഡ് പോലത്തെ റിയാക്ഷൻസ്. ഈ റിയാക്ഷൻസ് എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻസ് ആണ്. നമ്മൾ ഒരു എനർജി കിട്ടിയാലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. പക്ഷേ ഇവർ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല എക്സോതെർമിക് റിയാക്ഷൻസ് മാത്രമാണ് സ്പോണ്ടേനിറ്റിനെ എന്ത് ചെയ്യുന്നത്? സ്പോണ്ടേനിറ്റിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. Okay, clear? Yes. And again, delta H equal to 0 ആവുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആണ്, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആവുന്ന സം കേസസ് സ്പോണ്ടേനിയസ് ആണ് നമ്മൾ പറഞ്ഞു. പക്ഷെ ഡെൽറ്റ എച്ച് 0 ആവുന്ന ചില സന്ദർഭങ്ങളിലും റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ നമുക്ക് അവിടെ ഒരു എക്സ്റ്റേണൽ എയ്ഡിന്റെ ആവശ്യമില്ല. അവിടെ എന്ത് മാത്രം മതി? ഒരു പ്രഷർ ചേഞ്ച് മാത്രം മതി. എന്ത് നടക്കും അവിടെ? അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസെൻട്രേഷൻ ചേഞ്ച് മാത്രം മതി. അവിടെ എന്ത് നടക്കും? ഡിഫ്യൂഷൻ അവിടെ നടക്കും. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സോ നമുക്ക് ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡെൽറ്റ എച്ചിനെ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാനായിട്ട് കഴിയില്ല. അപ്പോഴാണ് നമ്മൾ പുതിയ ഒരാളെ കണ്ടുപിടിച്ചത്, വിച്ച് ഇസ് എൻട്രോപ്പി. ഈ എൻട്രോപ്പി എന്ന് പറയുന്ന ആളും സ്പോണ്ടേനിറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റാൻഡംനെസ്, എത്രത്തോളം ഡിസോർഡേർഡ് ആയിട്ടാണ് ആ ഒരു സിസ്റ്റം നിൽക്കുന്നത്, അതിന്റെ മെഷർമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻട്രോപ്പി. എന്താണ്?
entropy. It is the measure of degree of disorderness അല്ലെങ്കിൽ randomness of a system എന്ന് നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകുന്നത്. നല്ലോണം നിങ്ങൾ പഠിക്കുക കേട്ടോ. എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, ഈ ചാപ്റ്ററിന് എന്തായാലും ഉണ്ടായിരിക്കും. സോ നല്ലോണം പഠിച്ചിട്ട് മാത്രം എക്സാം എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, സോ ദാറ്റ്സ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് അല്ലെങ്കിൽ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. സോ ആസ് ദ ഡിസോർഡർനെസ് ഇൻക്രീസസ് എൻട്രോപ്പി ഓൾസോ ഇൻക്രീസസ്. ഡിസോർഡർനെസ് കൂടിക്കഴിഞ്ഞാൽ എൻട്രോപ്പി കൂടും, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞതാണ് ഈ കാര്യം. അതിന്റെ യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ്സ് നോക്കി വെക്കുക. എൻട്രോപ്പി ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. ഇന്റേണൽ എനർജി കിലോ ജൂൾ പെർ മോൾ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി എൻട്രോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ കുറച്ച് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ, ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻട്രോപ്പി എന്ത് ചെയ്യും, അവിടെ കൂടും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പം ഞാൻ വാട്ടർ എടുക്കുകയാണ്, വാട്ടറും ഒരു ലിക്വിഡ് ഫേസും ഗേഷ്യസ് ഫേസും ഞാൻ നോക്കുകയാണെങ്കിൽ എവിടെയാണ് എൻട്രോപ്പി കൂടുതൽ? ഗേഷ്യസ് ഫേസിലാണ്. കാരണം അവിടെ അവർ തമ്മിൽ ഇന്ററാക്ഷൻ ഒന്നുമില്ല, അവരുടെ റാൻഡംനെസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പം ഞാനൊരു ലിക്വിഡിലേക്ക് ഞാൻ കുറച്ച് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, അവരുടെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യല്ലേ സംഭവിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ നമുക്ക് പറയാം ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻട്രോപ്പി. ഓക്കെ, പക്ഷേ ടെമ്പറേച്ചറിന്റെ കാര്യം പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ അടുത്തൊരു 10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു വാട്ടർ ഉണ്ട്, 70 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ഉണ്ട്. ഇവിടെ ഞാൻ എന്ത് കൊടുക്കുകയാണ്, ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ഞാൻ അല്ലെങ്കിൽ ഒരു 50 ഡിഗ്രി സെൽഷ്യസ് ഞാൻ ഇതിനെ ഹീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇതിനെയും ഞാൻ 50 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇതിലെവിടെയാണ് എനിക്ക് പെട്ടെന്ന് റാൻഡംനെസ്സിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടായിരിക്കുക? 10 ഡിഗ്രി സെൽഷ്യസിൽ. കാരണം ഇവിടെ ഓൾറെഡി അത്യാവശ്യം എന്തായി, റാൻഡംനെസ് ഉണ്ട്. വീണ്ടും അവിടെ റാൻഡംനെസ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇവിടെ റാൻഡംനെസ് വളരെ കുറവാണ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ, കൂടാൻ നല്ല ഈസി ആയിരിക്കും. ദാറ്റ് മീൻസ് എൻട്രോപ്പി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ടെമ്പറേച്ചർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ എസിന്റെ ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി. ഓക്കെ, യെസ്. ഇനി എപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിന്റെ ടോട്ടൽ എൻട്രോപ്പി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എന്നുള്ള കാര്യം. അവിടെയാണ് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വരുന്നത്. ദാറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ എൻട്രോപ്പി ഓഫ് എ യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ് ഡ്യൂറിങ് എവറി സ്പോണ്ടേനിയസ് പ്രോസസ്. എല്ലാ സ്പോണ്ടേനിയസ് പ്രോസസ്സും നടക്കുന്ന സമയത്തും നമ്മുടെ യൂണിവേഴ്സിന്റെ എൻട്രോപ്പി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം പറയപ്പെടുന്നത്. ഓക്കെ, ഫോർ an isolated system its entropy will never decrease over time. കാരണം എന്താണ്, ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണെങ്കിൽ അവിടെ എപ്പോഴും എന്താണ്, അവരുടെ എന്താ പറയുക, അവരുടെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ? ദെൻ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ അറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. അവിടുത്തെ അവരുടെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിലുള്ള അവരുടെ എൻട്രോപ്പി എത്രയായിരിക്കും, 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഒരു entropy of a perfect crystal at a temperature of 0 Kelvin or absolute temperature is 0 എന്നാണ് പറയുന്നത്. അതായത് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻട്രോപ്പി കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയണം. അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിലാണെങ്കിൽ അവിടുത്തെ എൻട്രോപ്പി എന്താണ്, 0 ആണ് എന്നാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ അറ്റ് ഇക്വിലിബ്രിയം ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? പക്ഷെ എൻട്രോപ്പി മാത്രവുമല്ല സ്പോണ്ടേനിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, വേറൊരാളും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഗിബ്സ് എനർജി. ഇപ്പൊ ഡെൽറ്റ എച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നു മനസ്സിലായി, ഡെൽറ്റ എസ് ഡിപ്പെൻഡ് ചെയ്യുന്നു മനസ്സിലായി. പക്ഷേ വേറൊരാളും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുണ്ട്, ദാറ്റ് ഈസ് ഗിബ്സ് എനർജി. ഗിബ്സ് എനർജി എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഗിബ്സ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, ദാറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക്. നമ്മുടെ ശരീരത്തിലുള്ള മാക്സിമം എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക്. അതായത് അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ്, ടോട്ടൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മൾ ശരീരത്തിലുണ്ടോ, മൈനസ് വർക്കിന് യൂസ് ചെയ്യാൻ പറ്റാത്ത എനർജി, അൺഅവൈലബിൾ ഫോർ വർക്ക്. ഓക്കെ, ഇതായിരിക്കും എന്ത്, നമ്മുടെ ഗിബ്സ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി, G ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്, വേർ ടി എസ് ആണ് എന്ത്, അവിടുത്തെ അൺഅവൈലബിൾ ഫോർ വർക്ക്. അതായത് ദ എനർജി വിച്ച് ഇസ് അൺഅവൈലബിൾ ഫോർ വർക്ക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. ആൻഡ് അഗൈൻ നമുക്കറിയാം ഗിബ്സ് എനർജി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്, ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് എന്നുള്ള കാര്യം. ഓക്കെ, ക്ലിയർ? എനി ഡൗട്ട്സ്?
നോ. അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എച്ച് മൈനസ് ടി എസ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ഡെൽറ്റ ജി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ഡെൽറ്റ ഓഫ് ടി എസ് സിസ്റ്റം. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇതിനെ ഞാൻ മാറ്റി എഴുതുകയാണെങ്കിൽ ഡെൽറ്റ ജി സിസ്റ്റം ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് എന്താണ്? എസ് ഡെൽറ്റ ടി സിസ്റ്റം. ക്ലിയർ അല്ലേ? ഈ ഡെൽറ്റ ഞാൻ രണ്ടിനും ഇട്ട് കൊടുത്ത് എഴുതി. ഓക്കെ അല്ലേ? ഐസോതേർമൽ കണ്ടീഷൻ ആണെങ്കിൽ ഡെൽറ്റ ടി ഈക്വൽ ടു എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഡെൽറ്റ ജി സിസ്റ്റം ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ എന്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡെൽറ്റ ജി സിസ്റ്റം ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം. ഓക്കെ, ക്ലിയർ? ഇനി നമുക്കറിയാം ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിസ്റ്റത്തിന്റെ ഡെൽറ്റ എസ് പ്ലസ് സറൗണ്ടിങ്ങിന്റെ ഡെൽറ്റ എസ് ആണ്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ്ങിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ എസ് സറൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ബൈ ടി എന്ന് എഴുതാൻ പറ്റും. കാരണം ക്യൂ ബൈ ഡെൽറ്റ ടി ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? ഡെൽറ്റ എച്ച് സിസ്റ്റം ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഇനി ഡെൽറ്റ എച്ച് സറൗണ്ടിങ്ങും ഡെൽറ്റ എസ് സിസ്റ്റവും തമ്മിൽ എങ്ങനെയാണ് എന്താ പറയുക റിലേഷൻഷിപ്പ് ഉള്ളത്? സറൗണ്ടിങ്ങിൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ഉണ്ടോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എമൗണ്ട് ആയിരിക്കും. അതായത് മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എങ്ങനെ ഇക്വേഷൻ വരും? ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഈ ഡെൽറ്റ ടീനെ ഞാൻ ഇതിന്റെ രണ്ട് സൈഡിലേക്കും എടുക്കാം കേട്ടോ. സോ നമുക്ക് എഴുതാം ഡെൽറ്റ എസ് ടോട്ടൽ ഈക്വൽ ടു ടി ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഈ ഡെൽറ്റ ടീനെ ഞാൻ ഈ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ടി ഡെൽറ്റ എസ് ടോട്ടൽ ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് നമുക്ക് കിട്ടി. കറക്റ്റ് അല്ലേ? ഇനി നമുക്കറിയാം ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ എസ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. ദാറ്റ് മീൻസ് ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാലോ. ടി ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാലോ. ഇനി ഞാൻ ഈ നെഗറ്റീവിനെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ മൈനസ് ഓഫ് ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാലോ. ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്താണ്? ജി ആണ്. സോ മൈനസ് ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം, അല്ലെങ്കിൽ ഡെൽറ്റ ജി ലെസ് ദാൻ 0 എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. കറക്റ്റ് അല്ലേ? യെസ്, കിട്ടിയോ? ഇത് മൈനസ് ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഡെൽറ്റ ജി തീർച്ചയായിട്ടും ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, യെസ്, ദാറ്റ് മീൻസ് ഫോർ എ റിയാക്ഷൻ ടു ബി സ്പോണ്ടേനിയസ് നമുക്കിവിടെ എഴുതാം for a reaction to be spontaneous delta G should be നെഗറ്റീവ്. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അവരുടെ ഡെൽറ്റ ജി എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈ ഒരു സ്ലൈഡ് നമുക്ക് വെറുതെ ആയിപ്പോയിട്ടോ, ഞാൻ ഇവിടെ എഴുതേണ്ടതായിരുന്നു, ഞാൻ അതെല്ലാം ഇവിടെ കൊള്ളിച്ചു. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ എങ്ങനെയാണ് കണ്ടീഷൻസ് ടു ഡെൽറ്റ ജി ടു ബി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. ഈ ഡെൽറ്റ ജി എപ്പോഴൊക്കെ 0 ആവും എന്നാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. സോ ഡെൽറ്റ ജി സീറോ അല്ല, നെഗറ്റീവ്. ഡെൽറ്റ ജി ഈക്വൽ ടു 0 ആറ്റ് ഈക്വിലിബ്രിയം എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ ഡെൽറ്റ എച്ചും പോസിറ്റീവ്, ഡെൽറ്റ എസും പോസിറ്റീവ്. സോ ഇവിടെ പോസിറ്റീവ് കിട്ടി, ഇവിടെ പോസിറ്റീവ്. ഓക്കെ, ഇനി ഈ വാല്യൂ നെഗറ്റീവ് ആവണമെങ്കിൽ ടി എന്താവണം? വളരെ വലുതാവണം. അപ്പൊ നമുക്ക് പറയാം ഡെൽറ്റ ജി വിൽ ബി നെഗറ്റീവ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ എന്തായിരിക്കും? ഡെൽറ്റ ജി നെഗറ്റീവ് ആയി മാറും. അപ്പോൾ റിയാക്ഷൻ എന്താവും? സ്പോണ്ടേനിയസ് ആവും എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. കറക്റ്റ് അല്ലേ? ഹൈ ടെമ്പറേച്ചറിൽ. ഓക്കെ അല്ലേ? ഇനി രണ്ടും പോസിറ്റീവ് ആണ്, ലോവർ ടെമ്പറേച്ചറും കൂടി ആണെങ്കിൽ എന്താണ്? ഇവിടെ വലിയ വാല്യൂ, ഇവിടെ ചെറിയ വാല്യൂ വരും. നമുക്ക് എന്താവും? ഡെൽറ്റ ജി പോസിറ്റീവ് ആയിട്ട് മാറും.
ഓക്കെ, ഇനി രണ്ടും നെഗറ്റീവ് ആവുന്ന സിറ്റുവേഷൻ എടുക്കാം. ഇത് നെഗറ്റീവ്, ഇതും നെഗറ്റീവ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? നമുക്ക് പോസിറ്റീവ് കിട്ടും. സോ ഈ ടെമ്പറേച്ചർ വളരെ ചെറുതാണെങ്കിൽ ഈ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് മീൻസ് അറ്റ് ലോ ടെമ്പറേച്ചർ ആയിരിക്കും എന്താവുന്നത്? സ്പോണ്ടേനിയസ് ആവുന്നത്. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ എന്തായി? ഇവിടുത്തെ പോസിറ്റീവ് വാല്യൂ വളരെ കൂടി. അപ്പോൾ എന്താണ്? ഈ നെഗറ്റീവ് വാല്യൂ ഇതെന്ത് കിട്ടില്ല? നമുക്ക് ഇവിടെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആയിട്ട് മാറും. ഇനി ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവും ആണെങ്കിൽ ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും എവറി ടൈം നമുക്ക് എന്താ കിട്ടുക? ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വിച്ച് ഈസ് എന്താണ്? ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവും ആണെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എവറി ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നേരെ തിരിച്ചാണെങ്കിലോ ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവ് ആണെങ്കിലോ അതൊരിക്കലും എന്താവില്ല? സ്പോണ്ടേനിയസ് ആവില്ല. റിയാക്ഷൻ വിൽ ബി നോൺ സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാം. റിയാക്ഷൻ എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് അറ്റ് എവറി ടെമ്പറേച്ചർ ആയിട്ട് മാറും. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതെപ്പോഴും നമ്മളോട് എക്സാമിന് ചോദിച്ച് കാണാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ? ഇനി എന്താണ് ഗിബ്സ് എനർജിയും ഇക്വിലിബ്രിയം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയാറുണ്ട്. സോ ഡെൽറ്റ ജിന്റെ വാല്യൂ നമ്മൾ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ജി നോട്ട് പ്ലസ് ആർ ടി എൽ എൻ കെ. എൽ എൻ കെ അല്ല, എൽ എൻ ക്യു സി എന്നാണ് നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ പഠിക്കുന്നത്. സോറി, അറിയാതെ ഞാൻ അതെല്ലാം വായിച്ചു കളഞ്ഞു ഗൈസ്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി നോട്ട് പ്ലസ് ആർ ടി എൽ എൻ ക്യൂ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അറ്റ് ഇക്വിലിബ്രിയം എന്തായിട്ട് മാറും? ഡെൽറ്റ ജി ഈക്വൽ ടു 0, ക്യു സി ഈക്വൽ ടു കെയുമായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ 0 ഈക്വൽ ടു ഡെൽറ്റ ജി നോട്ട് പ്ലസ് ആർ ടി എൽ എൻ കെ എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഡെൽറ്റ ജി നോട്ട് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ എന്ന് എഴുതാം. അല്ലെങ്കിൽ മൈനസ് 2.303 ആർ ടി ലോഗ് കെ എന്ന് നമുക്ക് എഴുതാം. ഇതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ഗിബ്സ് എനർജി അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡെൽറ്റ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 490 കിലോ ജൂളും മറ്റത് ജൂളിലും ആണ്. സോ ഞാൻ ഇതിനെ കിലോ ജൂളിലേക്ക് മാറ്റി, ജൂളിലേക്ക് മാറ്റി. മൈനസ് ടെമ്പറേച്ചർ 300 ഇൻറ്റു 198. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഡെൽറ്റ ജിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഇതിൻ്റെയും വാല്യൂ വരുന്നത് കിലോ ജൂൾ പെർ മോളിൽ എഴുതാം, ജൂൾ പെർ മോളിൽ എഴുതാം, ഏതിലും നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് സ്റ്റേറ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സ്റ്റേറ്റ് ലോ തെർമോഡൈനാമിക്സ് സെക്കൻഡ് സ്റ്റേറ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ല, സ്റ്റേറ്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താ പറഞ്ഞത്? നമ്മുടെ ഒരു റിയാക്ഷൻ, സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ എൻട്രോപ്പി എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ അത് എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഗിബ്സ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എമൗണ്ട് ഓഫ് എനർജി ദാറ്റ്സ് അവൈലബിൾ ഇൻ എ സിസ്റ്റം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വർക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആ ഒരു സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗിബ്സ് എനർജി. എങ്ങനെയാണ് ഗിബ്സ് എനർജിയും ചേഞ്ച് ഇൻ എൻട്രോപ്പിയും റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മെന്റ് ബൈ എ സ്പോണ്ടേനിയസ് പ്രോസസ്? ഒരു എക്സ്റ്റേണൽ എയ്ഡിന്റെ ഹെൽപ്പ് ഇല്ലാതെ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വിളിക്കാം. ഗിവ് ദ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ ജി ഫോർ എ പ്രോസസ് ടേക്കിംഗ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എല്ലാ റിയാക്ഷൻസും സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഈ ഒരു ചാപ്റ്റർ ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ തീർക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. നല്ല രീതിയിൽ ഓടിച്ചു വിട്ടിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കായിട്ട് തുറന്നു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ആൻഡ് എന്താ പറയുക, ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും നമ്മുടെ ടെലഗ്രാമിൽ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
ആൻഡ് യെസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ട്സ് കിട്ടാനായിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ആൻഡ് യെസ്, വൺസ് അഗെയിൻ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ആൻഡ് ഇത് കൂടാതെ വേറൊരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട്, അപ്പോൾ ഞാൻ എന്താ പറയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ MVSAT കാര്യമായിരുന്നു. ജസ്റ്റ് എ മിനിറ്റ്. യെസ്, ഓക്കെ. അപ്പോൾ MVSAT എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. മെഗാ വേദാന്തു സ്കോളർഷിപ്പ് അഡ്മിഷൻ ടെസ്റ്റാണ്. ഈ ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടായിരിക്കും. സ്റ്റിൽ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ വേദാന്തു പെയ്ഡ് ക്ലാസ്സസിലേക്ക് അപ് ടു 100% വരെ സ്കോളർഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ്. അതാണ് ഇതിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ അത് കൂടാതെ ഒരുപാട് റിവാർഡ്സ് നിങ്ങൾക്ക് നമ്മൾ തരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ അപ് ടു 100% സ്കോളർഷിപ്പാണ് വേദാന്തു പെയ്ഡ് ക്ലാസ്സസിന് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഈ ഒരു എക്സാം നടക്കുന്നുണ്ട്. ഓഫ്ലൈൻ സെൻറ്റേഴ്സ് വരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പുറത്തായതുകൊണ്ട് തന്നെ കേരള സ്റ്റുഡൻസിനായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ എക്സാം ആയിരിക്കും. ഇതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാനായിട്ട് കഴിയും. അവിടെ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ഓഫ്ലൈൻ സെൻറ്റേഴ്സിലാണ് നിങ്ങൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ, പോണ്ടിച്ചേരി ഇങ്ങനെ ഒരുപാട് സെൻറ്റേഴ്സ് നിങ്ങൾക്ക് കാണാം. ഡേറ്റ്സ് വരുന്നത് 2nd, 3rd, 9th, 10th ആണ്. ഓൺലൈനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് December 2 മുതൽ December 10 വരെ ഏതൊരു ഡേറ്റിലും നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക എക്സാം എഴുതാനായിട്ട് കഴിയും. എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത് 1 hour ആണ് നിങ്ങൾക്ക് ടൈം വരുന്നത്. ഏത് സമയത്തും ഓൺലൈനായിട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഓഫ്ലൈനായിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടുകയാണെങ്കിൽ നാഷണൽ സ്പേസ് റിസർച്ച് സെൻറ്ററിൽ 5 days ഫുള്ളി പെയ്ഡ് ട്രിപ്പാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത്. ഓഫ്ലൈനായിട്ട് എഴുതിയിട്ട് നല്ല റാങ്ക് കിട്ടുകയാണെങ്കിൽ. ഇനി ഓൺലൈനായിട്ട് എഴുതിയിട്ടും നിങ്ങൾ നല്ല റാങ്കുകൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രോൺസ്, മൊബൈല്, സ്മാർട്ട് വാച്ച്, ടെലസ്കോപ്പ് പോലുള്ള ഒരുപാട് എക്സൈറ്റിംഗ് റിവാർഡ്സ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് 3 month വേദാന്തു ഡൗട്ട് ആപ്പിലേക്ക് ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആണ് പറയുന്നത്. ഇൻസ്റ്റന്റ് ഡൗട്ട് സോൾവിങ്. നമ്മുടെ എക്സ്പേർട്ട് നിങ്ങൾക്ക് എപ്പം ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഡൗട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് നമ്മുടെ ഡൗട്ട് ആപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കോളിൽ അതിൻ്റെ സൊല്യൂഷൻ വേണമെങ്കിൽ വീഡിയോ കോളിൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ടും നിങ്ങൾക്ക് വോയിസ് നോട്ട്സ് ആയിട്ടും നിങ്ങളുടെ ആ ഒരു ഡൗട്ട് നമ്മൾ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഡൗട്ട് സോൾവ് ചെയ്ത് തരുന്ന ഇൻസ്റ്റന്റ് ആയിട്ട് ലെസ് ദാൻ 1 minute നിങ്ങളുടെ ഡൗട്ട് നമ്മൾ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ദാറ്റ് ഇസ് 3 month ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആണ് ആ ഒരു വേദാന്തു ഡൗട്ട് ആപ്പിലേക്ക് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, അത് കൂടാതെ നമ്മൾ പറഞ്ഞു ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് വേദാന്തു പെയ്ഡ് ക്ലാസ്സസിലേക്ക് അപ് ടു 100% വരെ സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഒരു വേദാന്തു എന്ന് പറയുന്നത് തന്നെ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ലെവലിലാണ് നമ്മുടെ എക്സാം നടക്കുന്നുണ്ടായിരിക്കുക. 8th to 12th പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും എഴുതാം. സോ നിങ്ങളുടെ കസിൻസോ നിങ്ങളുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ആരുണ്ടെങ്കിലും അവരോട് എഴുതാനായിട്ട് പറയുക. നിങ്ങളുടെ 8th to 10th വരെയുള്ള കുട്ടികളാണെങ്കിൽ ഫൗണ്ടേഷൻ ക്ലാസ്സസും 11th and 12th ആണെങ്കിൽ JEE NEET ക്ലാസ്സസും ആയിരിക്കും നമ്മൾ തരുന്നുണ്ടായിരിക്കുക നല്ല റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങളുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. സോ നിങ്ങൾ വേഗം പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ നടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും പൈസ ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതേണ്ട, എനിക്കൊന്നും വയ്യ എന്നുള്ളത്. രജിസ്ട്രേഷൻ ഇസ് ഫോർ ഫ്രീ. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫ്രീ ആണ്, നോ ഫീസ് ആറ്റ് ഓൾ. സോ വേഗം പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ യെസ്, ഇതാണ് നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഓഫ്ലൈൻ ആയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഗിഫ്റ്റ്സ്, അഷ്വേർഡ് ഗിഫ്റ്റ്സ് ഉണ്ട് കേട്ടോ. ആൻഡ് അത് കൂടാതെ നമ്മൾ പറഞ്ഞു ഇത് ഓഫ്ലൈൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. 1 hour ടെസ്റ്റ് ആണ് നമുക്ക് നടക്കുന്നത്. 11th and 12th JEE സ്റ്റുഡൻസ് ആണെങ്കിൽ 12th സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 11th and 12th സിലബസ് ഉണ്ടായിരിക്കും. 11th സ്റ്റുഡൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 11th മാത്രമേ സിലബസ് ഉണ്ടായിരിക്കുള്ളൂ. PCM എല്ലാത്തിനും 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻഡ് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നോ നെഗറ്റീവ് മാർക്കിങ്ങും ശരിയായ ഉത്തരത്തിന് 4 marks. ഇതാണ് നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ. 1 hour ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നീറ്റ് ആസ്പിറൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 50 അല്ല 30 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ എന്താ പറയുക ഫിസിക്സും കെമിസ്ട്രിയും 15 ക്വസ്റ്റ്യൻസ്, ബയോളജി 30 ക്വസ്റ്റ്യൻസ്. ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അഗെയിൻ 4 ഓപ്ഷൻസ്, 4 marks ആൻഡ് നോ നെഗറ്റീവ് മാർക്കിംഗ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ് സെന്റേഴ്സ് എന്നുള്ള കാര്യമാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ വേഗം പോയിട്ട് താഴെ രജിസ്ട്രേഷൻ ലിങ്കിൽ പോയിട്ട് വേഗം രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ഇനി കുറച്ച്
കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാൻസ് ഒരിക്കലും മിസ്സാക്കരുത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ എൻഡ് ഫോർ ടുഡേ. ദിസ് ഇസ് മീ ഷിബില സൈനിങ് ഓഫ് ഫ്രം വേദാന്തു മലയാളം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. See you again another day with another video. Till then, tata, bye bye and good night.